മുത്തിനോട് പറയും ഞാൻ അമ്മയുടെ പൊന്നുമോളെ കഷ്ടപ്പെടുത്തരുത് കേട്ടോ എന്ന് പറയും. എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ മുത്തിൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ അടുത്തുണ്ട്. എൻ്റെ സർവസ്വം അതായിരുന്നു. എത്ര കാലം കിട്ടിയാലും ഞാൻ നോക്കും, എത്ര കാലം കിട്ടിയാലും. നോക്കാൻ നിൽക്കുന്നവരാണെങ്കിലും സ്വന്തം മക്കൾക്കാണെങ്കിലും അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ ഒരിക്കലും തീട്ടത്തിലും മൂത്രത്തിലോട്ട് കഷ്ടപ്പെടുത്തരുത്. എനിക്ക് ആ ജഡം വന്ന് കാണാനുള്ള ഇട വരരുത്. എൻ്റെ തൊഴിൽ അങ്ങനത്തെയാണ് ഭഗവാനെ. കൃഷ്ണ, നീ അതെനിക്ക് ഇട വരുത്തരുത്. കറക്റ്റ് എൻ്റെ അടുത്ത് കിടന്നിട്ട് പിന്നെന്താ, വീട് വലിയ വീടൊന്നുമല്ല മോനെ, ചെറിയൊരു വീടാണ്. പക്ഷെ എൻ്റെ വീട് കാണാനൊന്നും കൊള്ളൂല, കാരണം പെയിന്റ് അടിച്ചിട്ടൊക്കെ കുറേ ആയി. കൃഷ്ണൻ്റെ ആളാണ്. 3-4 പേരെ ഞാൻ കൊണ്ടു കിടക്കും, ബാക്കിയൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും. ഒരു റൈറ്റർക്ക് എഴുതാമെന്നുണ്ടെങ്കിൽ, ഒരു ഡയറക്ടർക്ക് അത് പറഞ്ഞു തരാം, ചെയ്യാൻ പറയാമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഒരു ആർട്ടിസ്റ്റിന് അത് പറഞ്ഞുകൂടാ? റൈറ്ററും ഡയറക്ടറും കഴിഞ്ഞിട്ടല്ലേ ഒരു ആർട്ടിസ്റ്റ് ഉള്ളൂ, അല്ലേ? അപ്പോൾ റൈറ്റർ എഴുതി വെച്ചു, ഡയറക്ടർ ഈ സീൻ ചെയ്യാൻ പറഞ്ഞു, ഞാൻ ചെയ്തു. എനിക്ക് ഞാൻ ഒറ്റ കാര്യം ഞാൻ പറയാറുള്ളൂ. അതിന് ചില പിള്ളേർ പറയും 2 കാര്യം നിർബന്ധമാക്കി സിനിമയ്ക്ക് വിളിച്ചാൽ അറിയാലോ, അത് 2 നിർബന്ധം. വേറെ എനിക്ക് ഡയലോഗ് പറയണേനോ വേറൊന്നിനോ ഒരു പ്രശ്നവും. തുണിയും വേണം, മണിയും വേണം. അത് തന്നെ, തുണിയും വേണം, മണിയും വേണം. നമസ്കാരം. ഒരാൾ കോഴിക്കോട് ജനിച്ചിട്ട് കുളപ്പള്ളി എന്നുള്ള സ്ഥലത്തിനെ തന്നെ വളരെയധികം ഫേമസ് ആക്കിയിട്ട് ഇപ്പോൾ ചെന്നൈയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുടെ വീട്ടിലേക്കാണ് വന്നിട്ടുള്ളത്. മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള സ്വഭാവ നടിമാരിൽ ഒരാൾ കുളപ്പള്ളി ലീല. കുളപ്പള്ളി ലീലയുടെ ഒരു ഹോം ടൂറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ ചേച്ചിയുടെ വീട്ടിൽ ഇപ്പോൾ നമ്മളെ സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ട് 2 പേരുണ്ട് ഈ വീട്ടിലെ കാവൽക്കാർ. ഇത് ചിഞ്ചു വളരെ സഹൃദയനാണ്, നമ്മളോട് ചിരിച്ച മുഖമായിട്ടാണ് ഈ വീട്ടിലേക്ക് വെൽക്കം ചെയ്യുന്നത്. മറ്റേത് ഡെല്ലയാണ്. ഡെല്ല ഈ വീട്ടിലത്തെ ഏറ്റവും പുതിയ ഒരു അതിഥിയാണ്. ഇവർ 2 പേരാണ് കുളപ്പള്ളി ലീലയുടെ വീട്ടിലേക്ക് നമ്മളെ സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒപ്പം നിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കയറാം. നമസ്കാരം. ഇപ്പോൾ മലയാളത്തിലൊന്നും അല്ലാതെ മൊത്തം തമിഴിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നൊക്കെ അറിയാം. എന്തായാലും കാണാൻ സാധിച്ചില്ല, ഒരുപാട് സന്തോഷം. ചേച്ചീനിപ്പോൾ മലയാളത്തിൽ കാണാനില്ല, മൊത്തം തമിഴിലാണ്. മൊത്തം തമിഴിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാന്ന് വെച്ചാൽ മലയാളത്തിൽ കാണാനില്ല എന്ന് പറയുന്നത് ശരിയാണ്. കാരണം അവർ വിളിച്ചാലല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. മലയാളത്തിൽ ഇപ്പോൾ ഞാൻ പണ്ട് ഒരുപാട് ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്, 4 ആൺകുട്ടികളും 4 പെൺകുട്ടികളും, അതായത് ഒരു 18 വയസ്സിൻ്റെ മേലെ, ഒരു 25 വയസ്സിൻ്റെ താഴെ, 4 ആൺപിള്ളേരും 4 പെൺപിള്ളേരും, പുതിയ പിള്ളേർ, പുളിയുറുമ്പ് കടിച്ചൊരു 4 തട്ടിക്കൊടയിലും സിനിമയായി. അമ്മ ഇല്ല, മുത്തശ്ശിയില്ല, അച്ഛമ്മ ഇല്ല, അച്ഛനില്ല, പിന്നെ അയൽപ്പക്കമില്ല, ഒന്നുമില്ല. അപ്പോൾ നമ്മൾക്ക് ജീവിതം ഇതാണെന്ന് ഭഗവാൻ അറിയാം. അപ്പോൾ ഭഗവാൻ എനിക്കൊരു വഴി കാണിച്ചു തന്നു, നിനക്ക് മലയാളത്തിലില്ലെങ്കിലും നീ തമിഴിൽ അരി മേടിക്കും. അപ്പോൾ ഒരു 6 മാസം മുമ്പേ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കല്ലാതെ എൻ്റെ അനുഭവമാണ്. എൻ്റെ അമ്മയ്ക്ക് നാഴി കഞ്ഞി കൊടുക്കാൻ വേണ്ടിയാണ് ഈശ്വരൻ ഈ വഴി തന്നതെന്ന്. 6 മാസമായി അമ്മ പോയിട്ട്. അപ്പോൾ ഇനിയിപ്പം എനിക്ക് ജീവിക്കണ്ടേ, അതുകൊണ്ട് ഈശ്വരൻ തന്നതാണ് ഈ ഇടയ്ക്ക് മലയാളത്തിൽ. അത് ഇടയ്ക്കാണെങ്കിൽ പോലും കിട്ടുന്നത് നല്ല അവിടുത്തെ സൂപ്പർ സ്റ്റാറുകളുടെ കൂടെയാണ്. അത് ഏറ്റവും വലിയൊരു ഭാഗ്യം. ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ ചെയ്ത ഒരു ഭാഗ്യം, പിന്നെ ഭഗവാന്മാരുടെ ഒരു അനുഗ്രഹവും മാത്രമാണ്, അല്ലാണ്ട് ഞാൻ ആരും ഒന്നും ആയിട്ടല്ല. ഇപ്പോൾ ഈ തമിഴ് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ പിച്ചെടുക്കേണ്ടിയിരുന്നു. മലയാളത്തിൽ വളരെ കുറവാണ് വർക്ക്, വളരെ കുറവെന്ന് പറഞ്ഞാൽ വളരെ കുറവ്. ഇപ്പോൾ എത്രയോ നാളായി. പതിനടിക്ക് പോയി അണ്ണാറക്കണ്ണൻ തന്നാലായതെന്ന് പറഞ്ഞ ഒരു പടം ചെയ്തിരുന്നു പ്രകാശൻ, മണീനെ വെച്ചിട്ട്. അപ്പോൾ അവൻ്റെ ഫസ്റ്റ് പടം വരുന്നത് അത് തൊട്ടേ ഞാനുണ്ട്. അവൻ 5 പടം ചെയ്ത 5 പടത്തിലും ഞാനുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ വല്ല പടവും ചെയ്യണം. ഇവിടെ തൊട്ടടുത്ത് ഈ വരാപ്പുഴ, ഈ ഷൊർണൂർ, പറവൂർ, അല്ല ഷൊർണൂർ എന്ന് പറഞ്ഞാൽ പറവൂർ, ഇവിടെ അടുത്തൊക്കെ
ഒക്കെ ഉണ്ടായിട്ട് സിനിമയുണ്ട്, സീരിയലുണ്ട്, ഒരു മനുഷ്യന്മാരും വരുന്നില്ല. ഇനിയിപ്പോൾ അഥവാ നമ്മളെ വിളിച്ചാൽ അവർ പറയുന്ന പേയ്മെൻറ്റ് എനിക്ക് പറയാൻ പറ്റില്ല. ഇന്നലെ വന്നവർക്ക് ഇഷ്ടം പോലെ അവർ പറയുന്ന പേയ്മെൻറ്റ് കൊടുക്കും. നമ്മളൊക്കെ എന്ത് ചെയ്താലും അവർ കാണൂല. അപ്പോൾ അതിലും പുറത്ത് പട്ടിണി ആയാലും വീട്ടിലിരിക്കുമല്ലോ നല്ലത്. പട്ടിണി ആയാലും ആരോടും പറയണ്ടല്ലോ. കുട്ടികളും മക്കളും കരയാനില്ല. അമ്മയ്ക്കാണെങ്കിൽ മരുന്നും കാര്യം കൊടുക്കണം, അതും വിചാരിക്കാനില്ല. അപ്പോൾ അതാണ് വിചാരിച്ചത്. എനിക്ക് മലയാളത്തിൽ നിന്നാണ് എന്നെ തമിഴിലേക്ക് അവർ കൊണ്ടുപോയതല്ലേ. അപ്പം മലയാളത്തിന് എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കില്ല. അതിൻ്റെ ഒക്കെ മുമ്പ് ഞാൻ മറക്കാത്തൊരു കലയുണ്ട്, നാടകം. ആ ഒരു നാടകമാണ് എന്നെ ഇന്ന് ഇവിടെ എത്തിച്ചത്. അതായത് ഒരു ക്യാരക്ടർ നമുക്ക് പറഞ്ഞു തരുമ്പം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു പരിപാടി എന്താ വെച്ചാൽ, ഒരു ഡയറക്ടർ പറഞ്ഞു തരുന്നതിൻ്റെ ഒരു 50% എനിക്ക് കൊടുക്കാൻ സാധിക്കണം എന്നാണ് എൻ്റെ മനസ്സിൽ. ഞാൻ ഇന്നും പൊന്നുമോനെ നഴ്സറി കുട്ടിയാണ്. കലാഫീൽഡിൽ ആരുമല്ല, ഒന്നും അറിയില്ല. പക്ഷെ ഒരു ഡയറക്ടർ ആ കഥാപാത്രത്തെ പറഞ്ഞു തന്നാൽ ഞാൻ വീണ്ടും വീണ്ടും പറയും. ഞാൻ ആ കഥാപാത്രം മനസ്സിലാക്കിയതിൻ്റെ ശേഷം എൻ്റെ മനസ്സിൽ ഭഗവാനെ അദ്ദേഹം മനസ്സിൽ വിചാരിക്കുന്നതിൻ്റെ ഒരു 50% എനിക്ക് കൊടുക്കാൻ സാധിക്കണേ എന്നാണ് എൻ്റെ മനസ്സിൽ. അത് ഇതുവരെ സാധിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ ശിവകാർത്തികേയൻ്റെ പടം ചെയ്യുന്നു, സുധാ കൊങ്കോര എന്ന് പറഞ്ഞ് അവരാണ് ഡയറക്ടർ. പരാശക്തി. സത്യത്തിൽ ഞാൻ തന്നെ എൻ്റെ കൂടെയുള്ള പയ്യനും വരെ അത്ഭുതപ്പെട്ടു പോയി. പുള്ളി അങ്ങനെ ഒരു ചിരിക്കോ അങ്ങനെ ഒന്നുമില്ല. കുറച്ച് ദേഷ്യമൊക്കെ ഉള്ള ആളാണ്, പെട്ടെന്ന് ചൂടാവുകയൊക്കെ ചെയ്യും. ഞാനങ്ങ് ക്യാരക്ടർ ഇതാക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ എന്നെ അവർ ശരിക്കും കണ്ടില്ലല്ലോ, മൂവിയിലൊക്കെ അല്ലേ കണ്ടുള്ളൂ. അപ്പോൾ അവർക്ക് കാണണമെന്ന് പറഞ്ഞിട്ട് വേറെ ആൾക്കാരുണ്ടായിരുന്നു വിളിച്ച്. വേറെ ഒരാളോട് ദേഷ്യം പിടിക്കാനിട്ട് ഞാൻ പേടിച്ച് വിറച്ചാൽ നിൽക്കുന്നുണ്ട്, ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഡ്രസ്സ് ഇട്ട് കാണാൻ പറഞ്ഞു, വെരി നൈസ് പാർട്ടി എന്ന് പറഞ്ഞ്. അപ്പോൾ അത് കഴിഞ്ഞ പിന്നെ ഇപ്പോൾ ഞങ്ങൾ കുറേ ദിവസമായി ചെയ്ത് നല്ല ഇതായി. മിനിഞ്ഞാന്ന് പറയാ അടിപൊളി പാട്ടി, സുധാ കൊങ്കോര അടിപൊളി പാട്ടിന്ന്. അതൊക്കെ പോരെ, പിന്നെ എനിക്ക് എന്ത് വേണം. അതുപോലെ തന്നെ സീനുകൾ 1-2 സീനുകൾ ചെയ്തപ്പം പുള്ളി എൻ്റെ അടുത്ത് വന്ന് കൈകൂപ്പിന്ന് പറയുക. അപ്പോൾ നമുക്കൊക്കെ ഇതിലും വലിയ ഭാഗ്യം എന്താ ഇനി കിട്ടാനുള്ളത് എനിക്ക്. അല്ല ചേച്ചി, മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, ഈ തമിഴിൽ ഇപ്പോ ഈ സൂപ്പർ സ്റ്റാറുകളുടെ ഒരു കാലം ഇങ്ങനെ ഓരോരുത്തർക്ക് കുറെ കാലം ഉണ്ടല്ലോ. രജനീകാന്തിന്റെ കൂടെ അഭിനയിച്ചു, വിജയുടെ കൂടെ അഭിനയിച്ചു. ഇനി അടുത്ത വിജയ് എന്നൊക്കെ പറയുന്ന ഒരാള് ശിവകാർത്തികയാണ്. ശിവകാർത്തികന്റെ കൂടെയാണ് ഇപ്പൊ അഭിനയിച്ചത്. ശിവകാർത്തികയും അഥർവും പിന്നെ ശ്രീലീല. ഓക്കെ, അവര് മൂന്നാമത്തെ അഥർവും ശിവകാർത്തികനും ചേട്ടനും അനിയനാണ്. അവരുടെ പാർട്ടിയാണ് ഞാൻ. ശ്രീലീലയാണ് ഹീറോയിൻ അവരുടെ. ശിവകാർത്തികൻ വളരെ രസികനായിട്ട്, വളരെ രസികൻ എന്ന് പറഞ്ഞാൽ വളരെ രസികൻ. മിനിഞ്ഞാന്ന് ഞങ്ങള് ഷൂട്ട് അവിടെ ലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ എന്നോട് പറഞ്ഞു നാച്ചിയാർ ചെയ്ത കാര്യത്തിലെത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു നാച്ചിയാരൊക്കെ ബാലേ സാർ ഒരു മോതിരം തന്നിട്ടുണ്ട്, ഇത് ബാലേ സാർ ഗിഫ്റ്റ് തന്നതാണ് എനിക്ക്. ബാലേ സാർ നാച്ചിയാർ ചെയ്തിട്ട് സാറിന് ഇഷ്ടപ്പെട്ട് സാർ തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അപ്പോൾ കയ്യുമ്പിൽ മോതിരമൊന്നും ഇല്ലല്ലോ, കൂരിയൊക്കെ അല്ലേ അവരുടെ ഇതല്ലല്ലോ. അപ്പോൾ ഞാൻ ബാലേ സാർ എനിക്കൊരു മോതിരം തന്നിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടിട്ട് റിങ് തന്നിട്ടുണ്ട്. പറഞ്ഞു 100 ടേക്ക് എടുത്തിട്ടുണ്ടാവും എന്നായിരുന്നു. ഞാൻ പറഞ്ഞു പോർന്ന് നിൽക്കാൻ 100 ടേക്ക് തന്നു. ഞങ്ങൾ കോമഡിയിൽ ചുമ്മാ അതൊക്കെ. ഇതൊക്കെ ഡയറക്ടർ സുധാ കൊങ്കോരയുടെ മൊബൈലിൽ പിടിച്ചു. എന്നോട് പറഞ്ഞു ഇതൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടൂട്ടോന്ന്. അപ്പം നമ്മളോട് എല്ലാവരും വളരെ നല്ല ഡീസൻ്റ് ആയിട്ടുള്ള പെരുമാറ്റം. തമിഴ്നാട്ടിൽ മരുത് പാട്ടി എന്ന് പറഞ്ഞാൽ അവർക്ക് അത്രയും സന്തോഷം. പക്ഷെ അത് ഭഗവാൻ തന്ന ഒരു അനുഗ്രഹമാണ് മോനെ, ഞാനായിട്ടുണ്ടാക്കിയതല്ല. അറിയില്ല എനിക്ക്, അതിന് ഞാൻ കോടാനുകൂടി നന്ദി പറയാ ഈശ്വരൻ. യോഗി ബാബുവിൻ്റെ കൂടെ 3 എണ്ണം ചെയ്തിട്ടുണ്ട് തോന്നുന്നു. ഒന്നിൽ ഇപ്പൊ ബോട്ട് ചെയ്തതിൽ അവന്റെ പാട്ടി, ഐറ ചെയ്തതിൽ അവിടെ വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കുന്നത്. എനിക്ക് കണ്ണ് കാണില്ല, ഞാൻ നയൻതാരയുടെ പാട്ടി. പിന്നെ വേറെ ചെയ്തിട്ടുണ്ട്. അല്ല ഇത് അവർക്ക് ഒരു മറ്റേ മുഖം വെച്ചിട്ട് അത് 3-4 പടം ചെയ്തിട്ടുണ്ട്. വെബ് സീരീസിൽ അഭിനയിച്ചു. എസ് ജെ സൂര്യ എൻ്റെ ഈശ്വരോ അന്നും ചിന്തിക്കാൻ പറ്റൂല നമുക്ക്. അപ്പൊ ഞാൻ സൂര്യ എന്ന് പറഞ്ഞ പൊറോട്ടോ സൂര്യനെ മാത്രമേ ഞാൻ അറിയുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു ആ ആർട്ടിസ്റ്റ് ആരാന്ന് ചോദിച്ചു. അകലെ നിന്ന് ആര് വീടിൻ്റെ അവിടെ നിൽക്കുമ്പോൾ അത് സൂര്യ. ഞാൻ പറഞ്ഞു സൂര്യ, പൊറോട്ടോ സൂര്യ അതല്ല, എസ് ജെ സൂര്യ. പുള്ളി ഡയറക്ടറാണ്, പ്രൊഡ്യൂസറാണ്, ആർട്ടിസ്റ്റാണ്. അപ്പോൾ ശരി. അപ്പോൾ ആദ്യം കണ്ടിങ്ങനെ വണക്കം പറഞ്ഞു, ഞാനും വണക്കം പറഞ്ഞു, എന്നോട് വണക്കം പറഞ്ഞു.
പിന്നെയാണ് പുള്ളിക്ക് ഞാൻ മരുത് ചെയ്തതാണെന്ന് മനസ്സിലായത്. ഓക്കെ ഓക്കെ. അതിന് പുള്ളിക്ക് ഭയങ്കര ഇതായി. അതിലത്തെ സംഭവമാണെങ്കിലും എനിക്കധികം റീടേക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ തമിഴാണെങ്കിലും കഴിവിൻ്റെ പരമാവധി, ഒന്നാമത്തെ കാര്യം വേറെ ഒന്നല്ല, നാളെ നമ്മളെ അവർ വിളിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് അധികം തൊല്ല കൊടുക്കരുത്. തമിഴ് ഭാഷയിൽ തൊല്ല കൊടുക്കരുത്, നമ്മളെ ബുദ്ധിമുട്ടിക്കരുത് മലയാളത്തിൽ പറയുമ്പോൾ. അപ്പോൾ കഴിവിൻ്റെ പരമാവധി ഞാൻ പരിശ്രമിക്കും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതൊക്കെ കഴിഞ്ഞിട്ട് പുള്ളിയുടെ അസോസിയേറ്റ് ആയിട്ടുള്ള ആളാണ് ഇത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ പുള്ളി അവനെ പോകുമ്പോൾ കേക്ക് മുറിച്ച് പറഞ്ഞയക്കണമെന്ന്. അപ്പോൾ കേക്ക് പറഞ്ഞിട്ട് കേക്ക് വന്നില്ല. അപ്പോൾ പോകുകയെന്ന് പറഞ്ഞാൽ യാത്രയൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് ഏറ്റവും വലിയൊരു സങ്കടം, പുള്ളിയായിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. എല്ലാവരും കൂടി ഇന്നപ്പോൾ ഒരു ഫോട്ടോ എടുത്തു, അതിപ്പോൾ എൻ്റെ ഇതിലോട്ട് കാണാനും ഇല്ല. എവിടെയും തിരഞ്ഞാൽ കിട്ടുമായിരിക്കും. അപ്പോൾ പുള്ളി പോവാന്നും പറഞ്ഞ് പോയി, യാത്രയൊക്കെ പറഞ്ഞു പോയി. കുറച്ച് കഴിഞ്ഞ് പുള്ളി ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നു, വാ അമ്മ എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ താരം തരാം, കേക്ക് വന്നിട്ടുണ്ടാവും, കേക്ക് മുറിക്കാനാവും വിചാരിച്ചത്. അപ്പോൾ സെറ്റ് ഇട്ടിരിക്കുക ഇത് പിന്നെ ഒരു തോട്ടത്തിൽ, റബ്ബർ തോട്ടത്തിൽ. അപ്പോൾ പറഞ്ഞു വാ അമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ കേക്ക് മുറിക്കാൻ, ശീഘ്രം വാ അമ്മ പറഞ്ഞു. അതാ ഞാൻ വന്നിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ വീടിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ജീവിതത്തിൽ കണ്ടിട്ടില്ല അതുപോലത്തെ നോട്ട്, ഞാൻ പൊടി വറക്കണ നോട്ട് എന്നൊക്കെ പറയലുള്ളൂ, അലക്കി തേച്ച് 10,000 ഒരു കെട്ട് നോട്ട് എടുത്തിട്ടുണ്ടോ പറയാം. എന്താ അത് പൊടിയെന്ന്. ഞാനിങ്ങനെ മുഖത്തേക്ക് നോക്കി, എൻ്റെ കണ്ണ് നിറഞ്ഞു. ഇതൊക്കെ മണി സൂപ്പർ ആർട്ടിസ്റ്റ് അല്ല, ടാലൻ്റ് ആർട്ടിസ്റ്റ് പൊടിയെങ്കിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ വെച്ചിങ്ങനെ പിടിച്ചു. സത്യം പറഞ്ഞാൽ സന്തോഷം കൊണ്ടാണോ എന്തുകൊണ്ടാണെന്നറിയില്ലെങ്കിൽ 2 കണ്ണിൽ നിറയെ വെള്ളം വന്നു. 10,000 രൂപ SJ സൂര്യൻ്റെ കൈ വെച്ചത്. ഞാൻ ഈ പൈസ നോക്കും, സൂര്യയെ നോക്കും. അപ്പോൾ എല്ലാവരും വന്നിട്ട് കൺഗ്രാജുലേഷൻ അത് സാറിന് ഇഷ്ടപ്പെട്ടിട്ടാണ്. അങ്ങനെയാണ്, അമ്മ ഒരുപാട് ഇഷ്ടപ്പെട്ടു, അമ്മ ചെയ്ത വർക്ക് ഇഷ്ടപ്പെട്ടു എന്നും പറഞ്ഞിട്ട്. അതുപോലെ യക്ഷി വന്നിട്ട് അവിടെ നിൽക്കുന്ന, അതിനൊക്കെ ഇയാളാണ് പോലീസുകാരനായിട്ട് വരുന്നത്. ആ സമയത്തൊക്കെ എന്നോട് ചോദ്യം ചോദിക്കുന്ന സംഭവമുണ്ട്. മിക്കവാറും ഒരു ടേക്കിന് ഓക്കെ ആയി. അപ്പോഴേ അത് എന്തോ അറിയില്ല, ഭഗവാൻ ആ നേരമൊക്കെ എൻ്റെ കൂടെ ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ വിളിക്കുന്ന എല്ലാ ദൈവങ്ങളും, ഞാൻ കൃഷ്ണനെയാണ് ഏറ്റവും കൂടുതൽ വിളിക്കുന്നത്. ആ കൃഷ്ണനും ഞാൻ വിളിക്കുന്ന എല്ലാ ദേവീ ദേവന്മാരും എൻ്റെ കൂടെ ഉണ്ട്, എന്നൊപ്പം ക്യാമറയ്ക്കുണ്ട്. ഒരാളും ഒരു ഇതും പറഞ്ഞിട്ടില്ല. ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ മായ എന്നുള്ള സീരിയലിന് വിളിച്ചു, സുന്ദർസിയുടെ. അത് ഗിരീഷ് പാലക്കാട്. അപ്പോൾ അവന് ഞാനായിട്ട് ഒരു കണക്ഷനും ഇല്ല. അപ്പോൾ അവർ പറഞ്ഞു ഒരു മരുതിൽ ഒരു കേരളത്തിലത്തെ ഒരു അമ്മ ചെയ്തിട്ടുണ്ട്, അവർ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ അവനറിയാലോ, അവൻ എന്നെ വിളിച്ചു പറഞ്ഞു, പോയി. പിന്നീടാണ് അവൻ എൻ്റെ മാനേജറായത്. അപ്പോൾ അത് പോയിട്ട് ഒരു സീൻ തമിഴിൽ ചെയ്തു, മായ സീരിയൽ. അപ്പോൾ നെക്സ്റ്റ് ലാംഗ്വേജ്, നെക്സ്റ്റ് ലാംഗ്വേജോ? ആമാ. അത് എന്ന ലാംഗ്വേജ്? കന്നഡയാ? ആമാ. അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു ഞാൻ അടിക്കണമെന്ന്. അപ്പോൾ ഡയറക്ടറിനോടൊക്കെ പിന്നെ ഞാൻ അടിക്കണമെന്ന്. പിന്നെ ഞാൻ അടിക്കണം, നീങ്ക തന്നെ അടിക്കണം. അവനില്ല, എന്നാലും മുടിയില്ല, എങ്കിട്ട് സ്വന്നതില്ല എന്നൊക്കെ കുറേ പറഞ്ഞു. ഞാൻ ഡയറക്ടറായിട്ട് ഇതായി. പിന്നെ നല്ലൊരു അസോസിയേറ്റ് കന്നഡയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇത് ചെയ്തു, പിന്നെ കന്നഡ. പക്ഷെ ഒരു സീൻ കുറച്ച് ഒരു ബുദ്ധിമുട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് അവരോട് എല്ലാവരും ചോദിച്ചു ഞാൻ കന്നഡക്കാരത്തി ചെയ്യണമെന്ന്. എന്തോ അതാ ഞാൻ പറഞ്ഞത്, ഭഗവാൻ അതുപോലെ എനിക്ക് അനുഗ്രഹിച്ചു തന്നത്. മലയാളികൾക്ക് മലയാളം കൃത്യമായി പറയുകയാണെങ്കിൽ ബാക്കി ഏത് ഭാഷയും വഴങ്ങുമെന്നാണ്. വഴങ്ങുന്നതാണ്. പക്ഷെ അയാള് അസോസിയേറ്റ് നമുക്ക് നന്നായിട്ട് പറഞ്ഞു തരുന്നുണ്ട്, അസലായിട്ട്. കാര്യം എല്ലാം കുറച്ച് സാമ്യം ഉണ്ടെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് കിട്ടും. അങ്ങനെ കന്നഡ ചെയ്ത്. ലിലിച്ചിയുടെ അമ്മനെ പറ്റിയിട്ട് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താന്ന് വെച്ചാൽ എന്റെ മകൾക്കൊരു പാവാട തരുമോ എന്ന് പറഞ്ഞ് ബന്ധുക്കളുടെ അടുത്തൊക്കെ പോവുകയും അവരാരും പാവാട തരാതിരിക്കും. പിന്നെ പണിയെടുത്തിട്ട് അമ്മയ്ക്കുള്ള എല്ലാ വസ്ത്രങ്ങളും ഒരുമിച്ച് വാങ്ങിച്ചു തരും. അതല്ല, അങ്ങനെയല്ല. കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നമ്മളിരത്ത് എന്നിടുന്ന ഈ ചെറിയ, അതായത് അന്ന് കൊറോമാർ പാവാടയൊക്കെ കൊണ്ടുപോകും റോട്ടിൽ കൂടി, ഇടവഴി കൂടി. അപ്പോൾ നമ്മൾ ഒന്ന് കാലിങ്ങനെ വെക്കാൻ പറ്റൂല, അധികം വീതി ഉണ്ടാവില്ല, ഞെറിയൊന്നും ഉണ്ടാവില്ല, വില കുറവല്ലേ. അപ്പോൾ കല്യാണത്തിന് പോകണം. അപ്പോൾ പാവാടയൊന്നും ഇല്ല പുതിയത്. അപ്പം അമ്മ പണിക്ക് പോയിട്ട് വേണം. അച്ഛൻ എന്നെ 3 മാസം ഗർഭമായപ്പോൾ അച്ഛൻ നാട് വിട്ട് പോയതാണ്. പിന്നെ അച്ഛക്ക് 5 വയസ്സായപ്പോഴാണ് വന്നത്. അപ്പോൾ അമ്മ വേറെ കല്യാണം കഴിച്ചിരിക്കണം. എൻ്റെ അമ്മ കൂലിപ്പണിക്ക് പോയിട്ടാണ് എന്നെ വളർത്തിയത്. എൻ്റെ അമ്മയുടെ ഒരു അനുഗ്രഹമാണ് ഞാൻ ഈ ഫീൽഡിലെത്തിയത്. അപ്പം കല്യാണമുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു, അമ്മ കുട്ടിയെടുത്തി എന്ന് പറയണത് അമ്മയുടെ നേരെ മൂത്ത എടുത്തേനെയാണ്. ഞാൻ കുട്ടിയുടെ അടുത്ത് പോയി നോക്കാം, അമ്മുചാക്ഷിയുടെ പാവാടയൊന്ന് കിട്ടുമെന്ന്. അതായത് എൻ്റെ മൂത്തതാണ് കുട്ടിയെടുത്തി, വല്യമ്മയുടെ മകള്. അപ്പോൾ അമ്മ പോയി വല്യമ്മയുടെ അടുത്ത് ചെന്ന്. വല്യമ്മ ഇപ്പോൾ മരിച്ചുപോയി, എൻ്റെ അമ്മയും മരിച്ചുപോയി. അപ്പോൾ പറഞ്ഞേ എൻ്റെ ലീലയ്ക്ക് കല്യാണത്തിന് പോകാനാണ് കുട്ടിയെടുത്തി, ഒരു പാവാട തരുമോ എന്ന് ചോദിച്ചു വല്യമ്മയോട്.
അപ്പോൾ വല്യമ്മ പറഞ്ഞ് നിങ്ങളൊക്കെ ഇരുമ്പ് കരിമ്പാക്കണ ആൾക്കാരാണ്, തരാൻ പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ വല്യമ്മ പോയിട്ട് എൻ്റെ തുണക്കാരത്തി സുലോചന എന്ന് പറയും, അവർക്ക് നല്ല സാമ്പത്തികമൊക്കെ ഉള്ളതാണ്. അമ്മ നേരെ അവളെ അമ്മയുടെ പേര് ദേവകിയമ്മ എന്നാണ്. അവരും മരിച്ചു കേട്ടോ. എൻ്റെ അമ്മ എപ്പോഴാണ് മരിച്ചത്, ദേവകിയമ്മ ആദ്യം മരിച്ചു, അതിനുശേഷം വല്യമ്മ മരിച്ചു, ഇപ്പം എൻ്റെ അമ്മയും മരിച്ചു. അമ്മ അങ്ങനെ തന്നെ പന്നിക്കുട്ടി എന്നാണ് അവരുടെ വീട്ടുപേര്. അവിടെ ചെന്നിട്ട് അപ്പുകുട്ടൻ നായർ എന്നാണ് സുലുവിൻ്റെ അച്ഛൻ്റെ പേര്, സുലുവിൻ്റെ അമ്മയുടെ പേര് ദേവകിയമ്മ. അപ്പോൾ അമ്മ പറഞ്ഞു, ദേവകിയമ്മ എനിക്കൊരു പാവാട തരുമോ, എൻ്റെ ലീലയ്ക്ക് കല്യാണത്തിന് പോകാൻ. അപ്പോൾ സുലുവിനേക്കാളും കുറച്ച് ഹൈറ്റ് ഉണ്ട്, കുട്ടിയെടുത്ത് ഹൈറ്റ് ഇല്ല, വല്യമ്മയുടെ മോള് ഹൈറ്റ് ഇല്ല. അപ്പോൾ ദേവകിയമ്മ പറഞ്ഞു, സുലുവിൻ്റെ പാവാട അവൾക്ക് ഇറക്കം പാകാവോ ചിന്നു, അമ്മയുടെ പേര് രുക്മിണി എന്നാണ്, വിളിക്കുക ചിന്നു എന്നാ. ദേവകിയമ്മ അങ്ങോട്ട് പോയിട്ട് അലമാരി ഇങ്ങോട്ട് തുറന്നിട്ട് കുറേ പാവാട അങ്ങോട്ട് എടുത്തിട്ടിട്ട് പറഞ്ഞു, ഇതൊന്നും നിനക്ക് ഇഷ്ടമുള്ളത് എത്ര എണ്ണാച്ചാൽ എടുത്തുകൊണ്ട് പോയിക്കോ, നീ ഒന്നാക്കണ്ട, നീ അതിങ്ങോട്ട് കൊണ്ടുവന്ന് തരുകയും വേണ്ട. അപ്പം അമ്മ പറഞ്ഞു എന്ന് പറഞ്ഞു, അതൊന്നും വേണ്ട, ഞാൻ കൊണ്ടുവന്ന് തരാം. എന്നിട്ട് അതിൽ നിന്ന് അമ്മ തിരഞ്ഞിട്ട് അമ്മയ്ക്ക് ഇഷ്ടമുള്ളൊരു പാവാട കൊണ്ടുവന്ന് തന്നു. ആ പാവാട എടുത്ത് ഞാൻ കല്യാണത്തിന് പോയി. ആ വല്യമ്മ പിന്നെ എൻ്റെ എരിയത്ത് വന്നിട്ട് ഞാൻ ചെരുപ്പ് ഇട്ടിട്ട് അവിടെ കണ്ടിട്ട്, അത് നിൻ്റെ ചെരുപ്പാണ്, എനിക്ക് നല്ല പാക. ഞാൻ പറഞ്ഞു, വല്യമ്മ എടുത്തോളെന്ന്. അപ്പോൾ മനുഷ്യൻ ഒരു കാര്യം ചിന്തി, അത് വല്യമ്മേനെയോ മറ്റുള്ളവരെല്ലാം ഞാൻ കുറ്റം പറയണം, ഇന്നുള്ള ജനങ്ങളോട് പറയുന്നൊരു കാര്യമാണ് ഞാൻ. കാരണം നമുക്ക് ഇന്ന് എന്ത് നല്ല ചിന്തിക്കേണ്ടത്, നമ്മൾ നാളെ എന്ത്, ഇന്നത്തെ മാതിരി ആയിരിക്കില്ല നാളെ. ഈ നാളെ എന്ന് പറഞ്ഞാൽ നീണ്ടു പോണേ, ഒരു റോഡിന് അവസാനം ഇല്ലല്ലോ. ഒരു റോഡ് ഇവിടെ ചെന്ന് ഇവിടെ മുട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന് ശാഖകൾ ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ തരില്ലേ, ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ തരില്ലേ. ചിലപ്പോൾ ഇവിടെ ചെന്ന് മുട്ടിയിരിക്കും, പക്ഷേ അവിടെ നമ്മളുടെ ജീവിതം മുട്ടിയാലും നമുക്ക് റൈറ്റും ലെഫ്റ്റും ഒക്കെ ഉണ്ട് നമ്മളുടെ ജീവിതം പോവാൻ. കറക്റ്റ് അല്ലേ അത്? ആ വഴിയിൽ പോയിട്ട് പിന്നെ നമ്മൾ ഇവിടുന്ന് ചെറിയ ഒരു നാഷണൽ ഹൈവേ ആയിരിക്കില്ല ഇവിടുന്ന് പോണത്, പിന്നെ നമ്മൾ ഈ സൈഡിൽ കൂടി ചെന്ന് കയറുന്നത് നാഷണൽ ഹൈവേയിലേക്കായിരിക്കും. അതാണ് മനുഷ്യൻ ചിന്തിക്കേണ്ടത്. അപ്പം അതാരും ചിന്തിക്കുന്നില്ല. ഒരു ക്യാമറയ്ക്ക് മുന്നിലോ പിന്നിലോ നിന്ന് അവരാണ് ലോകത്തെ ഏറ്റവും വലിയ ആൾക്കാർ. ആണായാലും പെണ്ണായാലും കാല് ഇവിടെ കയറ്റി വെക്കാൻ പറ്റുമെങ്കിൽ അവർ കയറ്റി വെക്കും. ഭയം, ഭക്തി, ബഹുമാനം എന്ന് പറഞ്ഞത് ഇന്നില്ല, ഏതൊരാൾക്കും ഇല്ല. ഞാൻ പറയുമ്പോൾ അതെല്ലാം നമ്മളെ കൂടപ്പിറപ്പാണ്, അത് നമ്മൾ കൂടെ കൊണ്ട് നടക്കണം. എപ്പോഴും ഇപ്പം ഞാൻ പറയാം, മോൻ എന്നെക്കാളുമൊക്കെ എത്രയോ ചെറുതാ. ഒരു ഡയറക്ടറായിട്ട് മോൻ, എന്താ പേര് പറഞ്ഞേ? വിഷ്ണു ഒരു ഡയറക്ടറായിട്ട്, ഇപ്പോൾ എന്നെ ഒരു ഡയറക്ടറാണ്, ഞാനൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ അത് ഞാൻ ബഹുമാനിക്കണം. ആ ക്യാമറയ്ക്ക് മുന്നേ ഞാനത് ബഹുമാനിക്കണം. അപ്പുറേക്ക് തിരിഞ്ഞിട്ട് നമുക്ക് അമ്മയും മോനോ മുത്തശ്ശിയും മോനോ എന്തോ ഒക്കെ ആവാം, പക്ഷെ ആ ഒരു ബഹുമാനം ഇന്നില്ല. അത് കുറയുന്നുണ്ട് എന്നല്ല, കുറഞ്ഞ് എവിടെയുള്ളത്. ഇപ്പം ഞാൻ പറയട്ടെ, പണ്ട് ഞാനൊരു ഇതിൽ യൂട്യൂബിൽ ആരോ ഒന്ന് ഇട്ടതാണ്, വായിക്കുക തന്നെ ചെയ്താ. പണ്ടൊക്കെ ആർട്ടിസ്റ്റുകളാണ് ഡയറക്ടറെ കാത്തിരുന്നിരുന്നത്. ഇപ്പം ഞാൻ ഇന്നാൾ കേട്ടു, ഒരു പ്രൊഡ്യൂസറാണ്, വായിച്ചതാണ് ഞാനത് യൂട്യൂബിൽ, പ്രൊഡ്യൂസർ വന്ന് കാത്തിരിക്കുകയാണ് ആർട്ടിസ്റ്റുകളെ. ഡയറക്ടർ പിന്നെയും മുന്നിലെത്തും, പക്ഷെ ആർട്ടിസ്റ്റുകൾ എത്തുന്നില്ല. ഇപ്പം നമുക്കൊരു പ്രൊഡ്യൂസർ ഉണ്ടായെങ്കിലേ നമുക്ക് എല്ലാം. ഇപ്പം ഞാൻ പറയട്ടെ, എനിക്കിന്ന് AC ഇല്ലാണ്ട് കിടക്കാൻ പറ്റില്ല, കാറിൽ AC ഇല്ലാണ്ട് ഓടാൻ പറ്റൂല. ആരുടെ പൈസയാ? പ്രൊഡ്യൂസറുടെ പൈസയല്ലേ. അങ്ങനെ ഒരാൾ പണം ഇറക്കാനുള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ AC-യും കൂസിയും ഒക്കെ പാട്ടി നടക്കുന്നത്. ഇന്ന് ഇട്ട ഈ ഡ്രസ്സ് വരെ നമ്മളുടെ പൈസയല്ല, നമ്മൾ അധ്വാനിച്ചിട്ട് നമുക്ക് തരുന്നതാന്ന് പറയും, പക്ഷെ നമുക്ക് അധ്വാനിച്ച് തരാൻ ഒരാൾ വേണ്ടേ? വിഷ്ണുവിനെ കൊണ്ട് പറ്റുമോ? ഇപ്പം ഈ ചെയ്യുന്നവരെ കൊണ്ട് പറ്റുമോ? ആരെ കൊണ്ടും പറ്റില്ല. അതിനായിട്ടുള്ള ആൾക്കാർ, അവരെ നമ്മൾ ബഹുമാനിച്ചേ പറ്റൂ. അപ്പോൾ നമ്മൾ നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു തൊഴിലിനെ, ആ ഒരു പേയ്മെൻറ്റിനെ, ആ ഒരു സരസ്വതി, ആ സരസ്വതി നമ്മളെ കൂടെ നമ്മുടെ നാവുമ്മൽ വിളയാടുന്നത് കൊണ്ടാണ് ഇപ്പം നിങ്ങളോട് എനിക്കിത് പറയാൻ പറ്റിയത്. മറ്റൊരു കാര്യം കൂടി ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം അമ്മ ഇല്ല, 6 മാസത്തോളം കാലമായിട്ട്. 6 മാസം കഴിഞ്ഞു. ഈ വീട്ടിലിപ്പോൾ അമ്മയും അമ്മേൻ്റെ സഹായിക്കാൻ വേണ്ടിയുള്ള മറ്റൊരു ചേച്ചിയാണുള്ളത്. ഈ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട്? ഒറ്റപ്പെടൽ എന്നോ അനുഭവിച്ചതാണ്. ആ ഒറ്റപ്പെടൽ ഇല്ലാണ്ടായത് ഞാൻ പിന്നെ എൻ്റെ അമ്മ ഉള്ളത് കൊണ്ടായിരുന്നു. അമ്മ അപ്പോൾ ഇവിടെ വരുന്ന കുട്ടികളെല്ലാവരും പറയും അമ്മ മകളും മകളും അമ്മയാന്ന് പറയും. അത് എൻ്റെ മുത്ത് തന്നെയാണ്, ഞാനിപ്പോഴും പറയാം എൻ്റെ മുത്ത് എന്നാ. അമ്മയുടെ കുട്ടി എവിടെയെന്നൊക്കെ ആണ് ചോദിക്കുക. അതുപോലെ തന്നെ അവൾ വന്നതിന് ശേഷം അവളും അതെ, അമ്മയുടെ മുത്ത എവിടെ, പൊന്നെവിടെ എന്നൊക്കെ ചോദിക്കുക. അവൾ അന്തസ്സായിട്ട് നോക്കിയിട്ടുണ്ട്. അന്തസ്സായിട്ട് എന്ന് പറഞ്ഞാൽ അന്തസ്സായിട്ട്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞ ഒറ്റ വാക്കാണ്, എടി എനിക്ക് 3-4 അനിയത്തികളുണ്ടായിരുന്നു, അതിലേതോ ഒന്നിൻ്റെ
ജീവനാണ് നിനക്ക് കൊണ്ടിട്ടത്, മരിച്ചുപോയി അല്ല ഏതിലും ഒന്നിൻ്റെ ജീവനാണ് നിനക്ക് കൊണ്ടത്, അതാണ് നിൻ്റെ അമ്മേനെ അങ്ങനെ സ്നേഹിക്കാൻ പറ്റിയത്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ അവളുടെ മകനും അവളെക്കാളും കൂടുതൽ ഇഷ്ടം തന്നെയാണ്. ഒരാളും വിശ്വസിക്കില്ല, അവളെ നോക്കിയില്ലെങ്കിൽ അവൻ എന്നെ നോക്കിയിരിക്കും. അതെൻ്റെ ആത്മവിശ്വാസമാണ്. പക്ഷെ നമുക്ക് പറയാൻ പാടില്ല, പക്ഷെ ഞാൻ പറയണമല്ല, അതുപോലെയാണെന്ന് പറയാം. നമുക്ക് നമ്മുടെ രക്തബന്ധം ആയിക്കൊള്ളണമെന്നില്ല, നമുക്ക് സ്നേഹിക്കാനും നമ്മളോട് ഇതാക്കാനും ഒക്കെ നമ്മുടെ രക്തബന്ധമല്ല നമുക്ക് ഒതുക്കുക. അതൊക്കെ നമ്മൾ പറയുന്നത് വെറും തെറ്റാണ്. ഞാൻ ഒരുപാട് പഠിച്ചു, ഒരുപാട് അനുഭവിച്ചു, ഒരുപാട് മനസ്സിലാക്കി. ഇപ്പം എനിക്ക് വേറെ ഒന്നുമില്ല. കഴിവതും ഞാൻ കാരണം, എൻ്റെ ഒരു വാക്ക് കാരണം ഒരാളും ഒരു മുടിനാരിഴ പോലും വേദനിക്കരുത്. അഥവാ എനിക്ക് തോന്നി ഞാൻ എന്തെങ്കിലും പറഞ്ഞു വിഷ്ണുവിന് തെറ്റായി തോന്നി, അല്ലെങ്കിൽ അവർക്കൊരു വേദനയായിട്ട് തോന്നി, ഞാൻ അപ്പോൾ പറയും സോറി വിഷ്ണു, ഞാൻ പറഞ്ഞത് എൻ്റെ അടുത്ത് തെറ്റാണ്. കാരണം അതുകൊണ്ട് എനിക്കൊന്നും കുറയാൻ പോകുന്നില്ല. ദൈവം അത് കാണുള്ളൂ. അവൾ തെറ്റ് പറഞ്ഞു. നേരെ മറിച്ച് ഞാൻ ഭയങ്കരമായിട്ട് ഒരാൾ ഉപദ്രവിച്ചു, ഇല്ലെങ്കിൽ എല്ലാവരും കുറ്റവും തോണിയൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് ഞാൻ വിഷ്ണുവിനോട് പറയാം, ഞാനേ ഒന്നും ചെയ്യൂലേക്ക്, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, എല്ലാവരും നന്നാക്കി നടത്തണം എന്ന് പറയുമ്പോൾ ചുരുക്കി പറയാനാണ്. അപ്പോൾ ദൈവം എന്താ പറഞ്ഞത്? എടീ, നീ ചെയ്ത തെണ്ടിത്തരത്തിന് മുഴുവനും ഞാൻ കൂട്ടു തന്നു, നിനക്ക് ക്ഷമിച്ചു തന്നു, അതും പോരാഞ്ഞിട്ട് ഇപ്പം നീ നുണയും പറഞ്ഞുകൊണ്ട് കിടക്കാം, നന്നാ പിടിച്ച് ഒരുമിച്ചെന്നും പറഞ്ഞു കഴിഞ്ഞ് ഭഗവാൻ തരും. അതിനുള്ള ശേഷിയില്ല. അപ്പം അതുകൊണ്ട് ചെയ്യുന്നതേ പറയാറുള്ളൂ, ഞാൻ പറയുന്നതേ ചെയ്യാറുള്ളൂ. ഈ ചിഞ്ചും മറ്റേ അവനും കൂട്ടായിരുന്നല്ലോ എപ്പോഴും. ഡല്ലേം ചിഞ്ചു അല്ലേ, ഒരാളും കൂടി ഉണ്ടായിരുന്നു, ടോണി. അവൻ ചത്തുപോയി. അവന് തലയ്ക്ക് ക്യാൻസർ ആയിരുന്നു. അത് ഇവർ വരുമ്പോൾ കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ അതിന് കുറേ മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം വർക്ക് കഴിഞ്ഞ് വന്നപ്പോഴേക്കും അത് ഒരുപാടായിട്ട് കിടക്കുക. അപ്പോൾ വിളിച്ചപ്പോൾ വാല് മാത്രം ഒന്ന് അനക്കി. അത് കഴിഞ്ഞ് ആസ്പത്രിയിലൊക്കെ കൊണ്ടുപോയി മാറി. ഇപ്പോൾ വീണ്ടും അതേ അസുഖം വന്നു. അപ്പോൾ ആ ദുഃഖത്തുനിന്ന് മാറിയിട്ടില്ല ചിഞ്ചുവിന്. കാരണം അവരുള്ളതാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര രസമാണ്. ചിഞ്ചു ടോണി നിങ്ങളിലേക്ക് എങ്ങാനും വന്ന് നിങ്ങളെങ്ങാനും അതിനോട് കൊഞ്ചെങ്കിൽ അതിനെന്നൊക്കെയുള്ള പണി തീർന്നു. അവനെ കടിച്ച് ഉരുട്ടി റെഡിയാക്കും. ഒരാളും അവനെ സ്നേഹിക്കാൻ പാടില്ല, എല്ലാവരും അവളെ സ്നേഹിക്കണം. രാജി വരുന്നത് നോക്കും, വിക്രസ് വല്ലതും കാണിക്കാനുണ്ടെങ്കിൽ ഇടം കണ്ണാലിങ്ങനെ നോക്കും. അവള് ഭയങ്കര പേടിയാണ്. അവള് കൂട്ടി കയറാൻ പറഞ്ഞാൽ അപ്പോൾ പോയി കൂട്ടി കയറും. ഞാൻ കൂട്ടി പറഞ്ഞാൽ വാല് നീട്ടി കഴിഞ്ഞ് മേലെ കയറും. അത് ഭയങ്കര ഇതാണ്. അമ്മയൊക്കെ ഉള്ള സമയത്ത് അമ്മയ്ക്കും അതെ ഈ നാക്കാലികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മയുടെ 100ാം പിറന്നാൾ എനിക്ക് ആഘോഷിക്കണം എന്നൊക്കെ എൻ്റെ മനസ്സിലുള്ളതായിരുന്നു. പക്ഷെ എന്തായാലും ഭഗവാനോട് ഞാൻ 2 കാര്യം പറഞ്ഞു. 2 കാര്യം ഭഗവാൻ നിറവേറ്റി തന്നു. ഒന്ന്, ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മയെ കഷ്ടപ്പെടുത്തരുത്. ആരായാലും എങ്ങനെയാണെങ്കിലും മക്കളായാലും ഒരു പരിധി വിട്ട് നരകിക്കുമ്പോൾ മനസ്സിലെങ്കിലും തോന്നും, പറഞ്ഞില്ലെങ്കിലും. മനസ്സിലായില്ലേ? നോക്കാൻ നിൽക്കുന്നവരാണെങ്കിലും സ്വന്തം മക്കൾക്കാണെങ്കിലും. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ ഒരിക്കലും തീട്ടത്തിലും മൂത്രത്തിലിട്ട് കഷ്ടപ്പെടുത്തരുത്. അങ്ങനെയാകുമ്പോൾ നീ വിളിച്ചോ. പിന്നെ ഒരു അപേക്ഷ, എൻ്റെ അടുത്തുനിന്ന് കൊണ്ടുപോകണം. എനിക്ക് ആ ജഡം വന്ന് കാണാനുള്ള ഇട വരരുത്. എൻ്റെ തൊഴിൽ അങ്ങനത്തെയാണ് ഭഗവാനെ. കൃഷ്ണ, നീ അതെനിക്ക് ഇടവരുത്തരുത്. കറക്റ്റ് എൻ്റെ അടുത്ത് കിടന്നിട്ട് 11 മണി വരെ 11:30 വരെ ഞാൻ 11:15 കഴിയുന്ന വരെ ഞാൻ വല്യമ്മയുടെ മകളുടെ മകനായിട്ട് വർത്താനം പറഞ്ഞൊക്കെയായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞ് ഭാര്യയോട്, ഞാൻ നാളെ ലീലയെടുത്തിൻ്റെ അടുത്ത് പോകുന്നുണ്ട്, എന്നെ ചെറുമേനെ കാണണം, ഒന്ന് അനുഗ്രഹം വാങ്ങണമെന്ന്. അപ്പോൾ അവൾ എന്നോട് വിളിച്ചായിരുന്നു, ലീലയെടുത്ത് നാളെ ഉണ്ണിയേട്ടൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ എന്ന്. എന്തേന്ന് ചോദിച്ചു. അവനങ്ങനെ തോന്നിയെന്ന്. ഇതൊക്കെ കഴിഞ്ഞൊരു 11:30 ആയപ്പോഴേക്കും ഞാൻ കിടന്നു. അമ്മയുടെ അടുത്ത് തന്നെ. അമ്മ തിരിഞ്ഞ് അങ്ങോട്ട് കിടക്കുകയാണ്. അപ്പോൾ കിടത്തി. അപ്പോൾ അതിൻ്റെ മുമ്പ്, കുറേ മുമ്പ് ഞാൻ ഇവളോട് ഇങ്ങനെ വർത്താനം പറയുന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇച്ചിരി കഞ്ഞിവെള്ളം എടുത്തുകൊണ്ടുവന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ കൊടുത്തതാണ് ചേച്ചിയെന്ന്. എടി, എന്നാലും നീ ഇത്തിരി കഞ്ഞിവെള്ളം കൊണ്ടുവന്നോ. അപ്പം ഞാനല്ല അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കലും ഒക്കെ അവളാണ് കൊടുക്കലും, എല്ലാം അവളാണ് നോക്കല്. ഇവൾ കഞ്ഞിവെള്ളം കൊണ്ടുവന്നു. ഞാനൊരു 5-6 സ്പൂണ് കോരി കൊടുത്തു. അതൊക്കെ എൻ്റെ അമ്മ കുടിച്ചു. ആ കുടിച്ച് കിടന്നതാണ്. അപ്പം അത് ഞാനിപ്പോൾ പറയണ, എൻ്റെ മനസ്സിപ്പോൾ പറഞ്ഞെന്താ വെച്ചാൽ, അമ്മയ്ക്ക് എന്നോട് വെള്ളം കിട്ടുന്ന അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും എനിക്ക് അന്നേരം അവളോട് പറയാൻ തോന്നിയത്. അവളിന്നിപ്പോൾ എൻ്റെ അടുത്തുണ്ടല്ലോ, ഞാൻ ഒരു നുണ പറയണതല്ല. അത് കൊണ്ടുവന്നൊരു 5-6 സ്പൂണ് കൊടുത്തു. അത് കുടിച്ചു. ആ കഞ്ഞിവെള്ളം പാത്രം അവൾ കൊണ്ടുപോയി. ഞാൻ തിരിച്ചപ്പുറത്തോട്ട് കിടത്തി. അത് കഴിഞ്ഞാണ് ഇവൾ ഫോൺ ചെയ്ത് വർത്താനമൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഞാൻ 27 AC ഇട്ട് കൊടുക്കും. അപ്പോൾ കൂടുതൽ തണുപ്പായി അറിഞ്ഞില്ലെങ്കിലോ ഞാൻ വിചാരിച്ചു. ഞാൻ വന്ന് കിടന്നു. AC ആദ്യം നോക്കി, അമ്മയ്ക്ക് വിയർക്കണുണ്ടോ, അപ്പോൾ AC വേണോ നോക്കി. അപ്പോൾ വീണ്ടും AC ഇട്ടു. പിന്നെ ഞാൻ AC ഓഫാക്കി വീണ്ടും കിടന്നു. 12 മണി കറക്റ്റായപ്പോൾ എനിക്ക് തോന്നി ബാത്റൂം, 12 ആയില്ല, 11:55 ആയപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ബാത്റൂം പോകണം. 11:30 കിടന്നത്. വീണ്ടും നീറ്റ് ചെയ്യാൻ
വീണ്ടും നീറ്റ് ബാത്റൂം പോയി. വേഗം നീറ്റപ്പം AC ഇട്ടു. AC ഓഫ് ചെയ്തല്ലേ, AC ഇട്ടു, ബാത്റൂം പോയി വന്ന് ഞാൻ വീണ്ടും AC ഓഫ് ചെയ്ത് അമ്മേനെ ഒന്നുകൂടി തൊട്ട് നോക്കി. വീണ്ടും കിടന്നു, ലൈറ്റ് ഓഫാക്കി. വീണ്ടും ഞാൻ ലൈറ്റ് ഓൺ ചെയ്തു. അമ്മയെ വിളിച്ചു നോക്കി, അമ്മ മിണ്ടണില്ല. തിരിച്ചിങ്ങോട്ട് കിടത്തി. അമ്മ കണ്ണു തുറന്നെടുക്കുക. അപ്പം ഞാൻ ഇവളെ വിളിച്ചു. അവൾ വന്ന് കണ്ണടപ്പിച്ചു. എൻ്റെ അടുത്ത് കിടന്ന് എൻ്റെ മുത്ത് പോയത്. ഒരു ജന്മം കൊണ്ട് ഏറ്റവും നന്നായി നോക്കിയില്ലേ, അത് വലിയ കാര്യമല്ലേ. എൻ്റെ മുത്ത് ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. ഇപ്പം ഞാൻ നാളൊക്കെ എൻ്റെ കാലിനൊരു വേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വർക്കിന് പോകുമ്പോൾ കഷ്ടാവുമല്ലോ എന്ന് ഞാൻ വിചാരിച്ച് മുത്തിനോട് പറയും, ഞാൻ അമ്മയുടെ പൊന്നുമോളെ കഷ്ടപ്പെടുത്തരുത് കേട്ടോ എന്ന് പറയും. എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ മുത്തിൻ്റെ കൂടെ ഉണ്ട്. ഈ വീട് മുഴുവനും മുത്താണ്. വീട് മുഴുവനും മുത്താണ്. ഞാൻ ചിലപ്പോൾ കിടക്കുമ്പോൾ ആ സൈഡിൽ ബാഗും അതും ഇതൊക്കെ വെക്കും, മുത്ത് കിടക്കാനില്ലാത്തതുകൊണ്ട്. ഇപ്പോൾ ഒരു ദിവസം എനിക്ക് തോന്നിയേ ഈ സൈഡിൽ ഞാനിതൊക്കെ വെച്ചാൽ മുത്ത് എവിടെയാണ് കിടക്കുക, ഒക്കെ പെറുക്കി കൂട്ടി വാരി പുറത്തോട്ട് ഇടും. മുത്തിന് കിടക്കാൻ സ്ഥലം ഉണ്ടാക്കി കൊടുക്കും ഞാൻ. എൻ്റെ അടുത്തുണ്ട്. നമ്മളിത്ര ചെയ്യിപ്പിക്കണ കരയല്ലേ. എൻ്റെ സർവസ് അതായിരുന്നു. എത്ര കാലം കിട്ടിയാലും ഞാൻ നോക്കും, എത്ര കാലം കിട്ടിയാലും. എന്നിട്ട് ആസ്പത്രിയിൽ മരിച്ചതിന് ശേഷമാണ്. അപ്പോൾ ഒരുത്തനെടുത്ത് വെള്ളടിച്ചിട്ടുണ്ടായിരുന്നു. അവനെടുത്ത് കൊണ്ടുപോയി ഒന്നും പറഞ്ഞില്ല. വേറെയൊക്കെ വന്ന് ആസ്പത്രിയിൽ ചെന്ന് അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവർക്കത് ഞാൻ അല്ലേ ഓരോരുത്തർ വിശ്വാസമായി. ആ SIൻ്റെ അടുത്ത് അപ്പം എന്നോട് പറഞ്ഞു SIയുടെ അങ്ങോട്ട് ചെല്ലാൻ പറയാൻ. ഞാൻ അവിടെ ചെന്ന് അവിടെ ഇരിക്കുക. അപ്പോൾ SI പറയാം, എന്താണ് 6 വളയാണ് കയ്യമ്മൽ, മോതിരം ഇതൊന്നും. അപ്പോൾ കൈ നീര് വന്നിട്ടുണ്ടായിരുന്നു. കാലിന് നീര് കണ്ടപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു. പിന്നെ കയ്യമ്മൽ നീര് വന്നു. വളയൊന്നും ഊരാൻ കിട്ടണില്ല. അപ്പോൾ അവർ SI പറഞ്ഞു ഊരണ്ട, അവർ വന്നിട്ട് ഊരിയാൽ മതി. ഞാൻ ചെന്നതിന് ശേഷമാണ് ഊരി തന്നത്. 3 മോതിരം, 2 ചെയിന്, അതിലത്തെ ഒരു ചെയിനാണിത്. ഞാനിങ്ങനെ ഈ ചെയിൻ ഞാൻ ഇട്ടപ്പോൾ അമ്മയ്ക്ക് വേറെ ചെയിനുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പിടിച്ചു നോക്കിയിട്ട് വേജെന്താ അമ്മയ്ക്ക് വേണോ, കിട്ടിയാൽ നന്നായിരുന്നു. അപ്പോൾ ഇത് ഊരിട്ട് കൊടുത്ത്. അത് കഴിഞ്ഞിട്ട് വേറെ ഒരെണ്ണുണ്ടായിരുന്നു, ഒരു സച്ചിൻ. അപ്പോൾ അത് ഇതിൻ്റെ താഴെ എത്ര കിടക്കും അത് നോക്കി. അമ്മയ്ക്ക് ഒരു താരയായിരുന്നു ആദ്യത്തെ. കിട്ടിയാൽ ഞാൻ ഇടും. അത് ഊരിട്ട് കൊടുത്ത്. ഒരു ദിവസം ഇങ്ങനെ ഇരുന്നപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് ലീലേ എന്തേ എനിക്ക് ഇത്രക്കറ്റി ഇറക്കള്ളൊരു ചെയ്യും കിട്ടിയാൽ നന്നായിരുന്നു. അതിനെന്താ. അപ്പം തന്നെ ഞാൻ പോയി. വൈകുന്നേരം ആകുമ്പോഴേക്കും ഞാൻ 4 മണിയാകുമ്പോൾ പോയി. എൻ്റെ ഒരു മോതിരം, അമ്മയുടെ ഒരു ചെയിന്, ഇതൊക്കെ കൂടി കൊടുത്തിട്ട് 2 പവൻ്റെ കറക്റ്റ് ഒരു ചെയിൻ ഞാനാണ് ഇപ്പോൾ ഇടലിൻ്റെയിലുണ്ട് വാങ്ങിക്കൊണ്ടുവന്ന് ഇട്ട് കൊടുത്ത്. ഒരാഴ്ച ഇട്ടപ്പോഴൊരു 10-16 വീഴ്ച. അപ്പോൾ അടുത്തുള്ളവരെല്ലാവരും പറഞ്ഞു. അപ്പോൾ ഈ 2 ചെയിന്, ഇത് 3 രാജകുമാരിയെ പോലെ. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ലീലേച്ചി അത് ഊരി വെച്ചാൽ അത് ഇടിയിപ്പിക്കേണ്ട പറഞ്ഞു. എന്തെങ്കിലും പറഞ്ഞു ഊരി വെച്ചാൽ നമുക്ക് കിടക്കുമ്പോഴാണ് ഞാൻ അത് ഊരി വെച്ചത്. രാവിലെ നീറ്റിട്ടൊക്കെ തപ്പി നോക്കും. സ്വർണ്ണം എന്ന് വെച്ചാൽ ഭയങ്കര നമുക്ക് ഇടേണ്ട പ്രായത്തിൽ നമുക്ക് ഇടാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും എൻ്റെ കഴിവിൻ്റെ പരമാവധി. അതിലെനിക്കൊരു കുറ്റബോധവുമില്ല, ഒരു കുറ്റബോധവുമില്ല. എന്തിൻ്റെ അമ്മയ്ക്ക് വേണം പറഞ്ഞാലും അത് കൊടുക്കാൻ എനിക്ക് ദൈവം അതിനുള്ള അനുഗ്രഹം തന്നു, അതിനുള്ള സാമ്പത്തികവും തന്നു. ഈ വീട് ഞാൻ സ്വയം എൻ്റെ ഈ വർക്കിന്ന് അമേരിക്കയിൽ പോയി വന്നതിൻ്റെ $100 ഇതിൻ്റെ വീടിൻ്റെ തറപ്പണി. അത് പിഷാരടി പക്രു ആണ്. മനോജ് ഗിന്നസ് അയ്യപ്പോയി ഒക്കെ ഉണ്ടായിരുന്നു. പിഷാരടിയും പക്രുവാണ്. ഞങ്ങളവിടെ ചെന്ന് അവിടുന്ന് പോന്ന $100 ഇതിൻ്റെ തറ. എൻ്റെ മുത്തിന് അതുപോലൊരു വീട് ഉണ്ടാക്കി കൊടുത്തു. അതിൽ കിടന്നു മുത്തിന് കാതിലും കഴുത്തിലും ഒക്കെ ഉണ്ടായിരുന്നു. വിജയിച്ചൊരു മകളാണ്. അടുത്ത ജന്മം എൻ്റെ അമ്മയുടെ മോളായിട്ട് തന്നെ ജനിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. നമുക്ക് ഈ വീടൊന്ന് കാണാം. പിന്നെന്താ, വീട് വലിയ വീടൊന്നുമല്ല മോനെ, ചെറിയൊരു വീടാണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് അമ്മ ഈ ഹോം ടൂർ എന്ന് പറയുന്നത്. പക്ഷെ എൻ്റെ വീട് കാണാനൊന്നും കൊള്ളൂല, പെയിൻ്റ് അടിച്ചിട്ടൊക്കെ കുറേ ആയി. പിന്നെ നമുക്ക് അങ്ങനെ ഒരു ഇതൊന്നും ഇല്ല. ഇതാണ് അമ്മയുടെ മുറി. ഇതാണ് മുറി. അപ്പം നിങ്ങൾ വരുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാനിതൊക്കെ ഒന്ന്. പല അനുമുള്ള നേരം ഇല്ല കേട്ടോ. കാര്യം എന്താ വെച്ചാൽ
ഇന്നലെ രാവിലെയാണ് വന്നത്. പക്ഷേ രാവിലെ വിളക്ക് വയ്ക്കാൻ ഭഗവാന്മാരെ മാത്രം ഇങ്ങോട്ട് എടുത്ത് വെച്ചു എന്ന് മാത്രം. ആ 3-4 പേരെ ഞാൻ കൊണ്ടു കിടക്കും, ബാക്കിയൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും. വലിയ കൃഷ്ണഭക്തയാണ്. ആ കൃഷ്ണൻ്റെ ആളാണ്. പിന്നെ അവിടെയൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് അവിടെ വിളക്ക് വയ്ക്കും. അവിടെ വിളക്ക് വയ്ക്കും, ഉമ്മർത്ത് വിളക്ക് വയ്ക്കും. ഇത് പിന്നെ ഞാൻ എൻ്റെ കൊണ്ടു കിടക്കണവരൊക്കെ ഇവിടെ കൊണ്ടുവന്നൊന്ന് വെക്കും. ഇവിടെയാണ് മുത്ത് കിടന്നത്. എൻ്റെ മുത്ത് കിടന്നതാണ് ഈ സൈഡ്. ചിലപ്പോൾ ഞാൻ ഇതൊക്കെ എൻ്റെ അടുത്തിൻ്റെ മുത്ത് കിടക്കും പോലെ ആക്കി വയ്ക്കും. എന്നിട്ട് അങ്ങോട്ട് കിടന്ന് ഞാൻ തിരിഞ്ഞെടുത്ത് കെട്ടിപ്പിടിച്ച് കിടക്കും. ഞാൻ മുത്തിൻ്റെയൊക്കെ തലണ്ണയൊക്കെയാണത്. 6 മാസമായി. ഇതെനിക്ക് ഞാൻ ഒരാളുടെ ഒരു യൂട്യൂബിൻ്റെ ഇതിന് പോയി. അപ്പം അവിടുന്ന് അദ്ദേഹം തന്ന രുദ്രാക്ഷമാണ്. അതായത് ഈ അയാളെ പേര് ഞാൻ മറന്നുപോയി. അത് നാഗാർജുനയുടെ എന്നിട്ട് അയാൾ ഈ ട്രീറ്റ്മെൻ്റൊക്കെയാണ് അയാൾ തന്നതാണത്. അയാൾ ഒറിജിനൽ രുദ്രാക്ഷം എൻ്റെ ഒറിജിനൽ രുദ്രാക്ഷം തന്നെയാണ്. 7 മുഖം 9 മുഖം. എൻ്റെ ഇതിന് 7 മുഖമാണ്. എൻ്റെ നാടിന് 7 മുഖം തോന്നുന്നു. അതിലുണ്ട് മുഖമൊക്കെ എണ്ണാൻ അറിയാം. അപ്പം അത് ഒറിജിനലാണ്. ഇത് ഒറിജിനൽ അയാൾ കഴുത്തിലിട്ടായിരുന്നതാണ്. നാഗാർജുന പേര് എൻ്റെ ഫോൺ നോക്കി പറഞ്ഞുതരാം. അദ്ദേഹം തന്നതാണ്. അദ്ദേഹം കഴുത്തിലിട്ടായിരുന്നത്. അപ്പോൾ ഇത് ശിവൻ്റെ, അയാൾ ശിവൻ്റെ ആൾക്ക് ഓം നമ ശിവായ എന്ന് എപ്പോഴും പറയും. ഇത് ശിവൻ്റെ ശൂലത്തിൻ്റെ അതുമിലുള്ളതാണല്ലോ ഇത്. ഓം നമ ശിവായ എന്നുള്ളത്. ഇതിപ്പോ ദൈവങ്ങളുടെ ഇടയിൽ മതസൗഹാർദ്ദമൊക്കെ ഉണ്ടല്ലോ. എല്ലാവരും ഉണ്ട്. കാരണം എല്ലാം ഒന്നാണ്. എല്ലാം ഒന്നാണ്. ഇതാ വേളാങ്കണ്ണി മാതാവ്, കർത്താവ്, അയ്യപ്പൻ, സരസ്വതി, ഗുരുവായൂരപ്പൻ, മാതാവ്, പിന്നെ കൃഷ്ണൻ, സായിബാബ, വിനായകൻ, എല്ലാവരും ഉണ്ട്. മാമാനിക്കുന്ന് മഹാദേവ്. നെയ്യ് ഞാൻ വാങ്ങുന്നതാ. ഞാൻ നെയ്യ് കൊണ്ടാ വിളക്ക് വെക്കുക. നെയ്യ് വിളക്കാണ്. നെയ്യ് വിളക്ക് വെക്കുമ്പോൾ പല ഇതും ഉണ്ടെന്നാ പറയാ. ആ നെയ്യിന് തിരി കത്തുമ്പോൾ നമുക്ക് മറ്റുള്ള ഇതൊന്നും നമ്മളെടുത്തേക്ക് അടുക്കില്ല, ബാധിക്കില്ല. അതെല്ലാം നെയ്യിൽ പോകുന്നു പറയും. ഇതാണ് എൻ്റെ മുറി. ഇത് മറ്റൊരു മുറിയാണ്. ഇത് ഞാൻ ഈ വീടുണ്ടാക്കിയപ്പോൾ അമ്മയ്ക്ക് ഒരു മുറി അപ്പുറത്തെ മുറിയാണ്. അത് ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, അവൻ മരിച്ചു. അപ്പോൾ ഇത് അവന്, ആ മുറി അമ്മയ്ക്ക്, ഇത് ഞാനും എൻ്റെ ഹസ്ബൻഡും. അങ്ങനെയാണ് 3 മുറി ഉണ്ടാക്കിയത്. ഇത് ആകെ 3.25 സെന്റ് സ്ഥലമേ ഉള്ളൂ. പക്ഷെ എന്നാലും ഓരോരുത്തർക്ക് ഓരോ മുറി വേണമെന്ന് എനിക്കൊരു നിർബന്ധം ഉണ്ടായി. അത് അമ്മയുടെ മുറിയായിരുന്നു. പിന്നെ അമ്മയ്ക്ക് വയ്യാണ്ടതിൻ്റെ ശേഷം ഞാൻ എൻ്റെ കൂടെ ആക്കിയത്. ഇത് ഒരുപാട് പെട്ടികൾ ഇനി അത് അതിന്റെ മേളിലൊക്കെ. ഇതൊക്കെ ഇപ്പൊ അന്നേരം വന്നപ്പോൾ കൊണ്ടുവന്ന് വെച്ചതാ. അപ്പൊ ഇന്നലെയൊക്കെ ചെറിയതായതുകൊണ്ട് അതൊന്നും കൊണ്ടുപോയില്ല. ഓരോ സമയത്ത് ഓരോന്നെടുത്ത് അങ്ങ് പോകും. പെട്ടി ഇഷ്ടം പോലെ ഇതിന്റെ ചോട്ടിൽ നിറച്ചുകൊണ്ട്. പിന്നെ അവള് ഒതുക്കി വെച്ച് മതിയായി നോക്ക്. പിന്നെ സ്ഥലം കുറവല്ലേ. അത് റൂം 3 എണ്ണം ഉണ്ടെങ്കിൽ പോലും ചെറിയ റൂമല്ലേ. അതാ ഒക്കെയാണ്. ഇവിടെയും ഒരു കൊന്തയുണ്ട്. അത് അല്ല, അത് പിന്നെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. എനിക്ക് മറ്റേ മുസ്ലിമിന്റെ അല്ല, ഇവിടുന്ന് വത്തിക്കാനിൽ നിന്ന് കൊണ്ടുവന്ന കൊന്ത ഉണ്ടായിരുന്നു. റോമിൽ നിന്ന് കൊണ്ടുവന്ന കൊന്ത ഉണ്ടായിരുന്നു. അതുപോലെ ഹജ്ജിന് പോയിട്ട് അവർ വരുമ്പോൾ അതൊക്കെ കൂടി ഒരു ചെപ്പിലാക്കി അടച്ച് ഞാൻ എൻ്റെ അലമാരിക്കുള്ളിൽ വെച്ചത്. ആ സാധനം എവിടെയും കാണാനില്ല. ഞാൻ എവിടെയും കൊണ്ടുപോയിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ പള്ളിയിലൊക്കെ ചെന്ന അച്ഛന്മാർ അവിടെയൊക്കെ ഞാൻ വെഞ്ചിരിപ്പിച്ച് കൊന്ത വാങ്ങും. എനിക്ക് കൊന്തല്ലാനൊക്കെ അറിയാം. ഞാൻ ധ്യാനം കൂടാനൊക്കെ പോയിട്ടുണ്ട്. എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാം നമ്മൾ പലരും പല പേരിൽ വിളിക്കണം എന്നുള്ളതേ ഉള്ളൂ. എല്ലാം ഒരൊറ്റ ശക്തിയാണ്. ഏത് പേരിൽ വിളിച്ചാലും നമുക്കത് വിളിക്കുന്ന പോലെ വിളിച്ചാൽ നമുക്കുണ്ട്. എനിക്ക് എല്ലാം ഉണ്ട്. ഇപ്പൊ അമ്മേനെ പ്രധാനമായിട്ട് 2 സിനിമകളിലാണ് ഇപ്പോഴത്തെ ജനറേഷൻ അറിയണത്. ഒന്ന് കുഞ്ഞിരാമായണവും പിന്നെ ഒന്ന് ആമേനും. ഇപ്പൊ കുഞ്ഞിരാമായണത്തില് അധികം ഒന്നും ഇല്ല. വരുന്നു, നേരെ നോക്കുന്നു, ചാടിയൊരു നടനും കൂടിയാണ്. അതല്ലേ. അപ്പൊ എന്നോട് പറഞ്ഞ ചേച്ചിക്ക് ചാടി അടിക്കാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു പിന്നെന്ത്. പക്ഷെ ചാടി അടിക്കാനുള്ള ഹൈറ്റ് അവനില്ല. പക്ഷെ ഞാൻ ചാടി അടിച്ചപ്പോ കുറച്ച് കൈ മേലേക്ക് പോയി. എന്നാലും കുഴപ്പമില്ലായിരുന്നു. എല്ലാരും ഭയങ്കര ചിരിയായിരുന്നു. അത് ഏറ്റവും വലിയ കോമഡി അതെല്ലാം മനോജ് പൂങ്കുന്നായിരുന്നു അതിന്റെ കൺട്രോളർ. മനോജ് പൂങ്കുന്ന അതിന്റെ മുമ്പ് വേറൊരു പടത്തിന് എന്നെ വിളിച്ചപ്പോ ഞാനൊക്കെ പറഞ്ഞു. ഭയങ്കര മറവിയാ. ആ ഇടയാണ് ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞൊരു പടം വേറെ ഉണ്ടായിരുന്നു. അത് ഹൈദരാബാദിലാണ്. അപ്പൊ ഞാൻ തലേന്ന് ഹൈദരാബാദിലേക്ക്
പോയിക്കൊണ്ടിരിക്കുകയാണ്, പോകാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവൻ എന്നെ വിളിച്ചിട്ട് ചോദിക്കുക, ചേച്ചി നാളെ എപ്പോഴാണ് വണ്ടി വിടേണ്ടതെന്ന്. ഞാൻ പറഞ്ഞു വണ്ടി വിട്ടണ്ടല്ലോ. വണ്ടി വിടുക? ഞാൻ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുക. എവിടേക്ക്? എയർപോർട്ടിലേക്ക്. ചേച്ചി ഞാൻ മനോജ് പൂങ്കുന്നാണ്. എന്തേ മോനെ? ഇങ്ങനെ വിളിച്ചിട്ട് അപ്പം അയ്യോ. അപ്പം ഞാൻ പറഞ്ഞു അത് അഡ്വാൻസ് തരാത്തതുകൊണ്ട് ഞാൻ ഡേറ്റ് എഴുതി വെച്ചില്ല. ചേച്ചിയല്ലേ പറഞ്ഞത് അതൊന്നും വേണ്ടടാ, നീ എന്നെ അറിയണതല്ലേ, ഞാൻ അറിയണതല്ലേ, വേണ്ടത് അതുകൊണ്ടല്ലേ ചേച്ചി, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അവനോട്. അപ്പം അവൻ പറഞ്ഞു ചേച്ചി ഒന്നും ചെയ്യണ്ട, ഇതിപ്പോൾ ഇനി ചേച്ചിയെപ്പോലെ ഒരാളെ അവർക്ക് കിട്ടൂല അങ്ങോട്ട്, ചേച്ചി പോയിക്കോരണം. സത്യം മനോജ് പോകുന്നത് ഞാൻ മരിച്ചാൽ മറക്കൂല. അങ്ങനെ ഞാൻ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മനോജ് അധികം വർക്ക് ചെയ്തില്ല, ഞങ്ങൾക്ക് പരിചയമുണ്ട്. ഈ കുഞ്ഞിരാമായണത്തിൽ ഇവനാണ്. അപ്പോൾ ഇയാളിങ്ങനെ ചെന്നൈന്ന് വെച്ചാൽ ആരാ അതിൻ്റെ കൺട്രോളർ? മനോജ് പൂങ്കുന്നോ. ഇവനവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ കണ്ടാറിയില്ലേ. മനോജ് പൂങ്കുന്നോ. അപ്പം അവനറിഞ്ഞില്ല എന്നെ വിളിച്ചതെന്ന് വെച്ചാൽ. മനോജേട്ടൻ പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ വിളിച്ചത്. ദൈവമേ, ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, എനിക്ക് ഞാൻ മറന്നുപോയി. മനോജേട്ടൻ അതൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞിട്ട് മനോജ് ഞാനിവിടെ ഉണ്ട് ചേച്ചി, ഞാൻ തന്നെയാണ് മനോജ്, ഞാൻ മറന്നിട്ടൊന്നുമല്ല ചേച്ചിനെ വിളിച്ചത്. ചേച്ചിക്ക് വെച്ച റോള് അങ്ങനെ മിസ്സായി പോയിട്ടൊന്നുമില്ല. ഇപ്പൊ അണ്ണാത്തേല് ഇതുപോലെ അവസാന നിമിഷല്ലേ? അണ്ണാത്തേല് എന്ന് പറഞ്ഞാല് അത് ആ ഗിരീഷുകാരനാണ് എനിക്ക് അവർക്ക് കിട്ടിയത്, അല്ലേ കിട്ടില്ല. പക്ഷെ എന്റെ മാനേജർ അന്ന് തമിഴിനായിരുന്നു. അവൻ പറഞ്ഞപ്പോ പറഞ്ഞു അത് പടമൊക്കെ തുടങ്ങി, എന്റെ ഫ്രണ്ടാണ്, ഇവിടെ വിജയുടെ പടം ചെയ്യായതുകൊണ്ട് വിളിക്കാണ്ടിരുന്നിട്ടാ, ഡിസ്റ്റർബ് ചെയ്യണ്ടെന്നുള്ളതെന്ന്. 3-ാം ദിവസം രാവിലെ വീണ്ടും ഗിരീഷ് വിളിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു ഗിരീഷെ ഇങ്ങനെ പറഞ്ഞില്ല. ആരാ പറഞ്ഞത്? എന്നോട് ഇപ്പൊ രമേശ് പറഞ്ഞിട്ടാ ഞാൻ വിളിക്കുന്നത്. അയാൾ ഇവനായിട്ട് ഭയങ്കര ഇതാണ്. അത് ഗിരീഷുകാരനാണ് എനിക്ക് ആ വർക്ക് കിട്ടിയത്. തന്നെ കിട്ടിയിട്ടുണ്ട്, ഒന്നും ആയി പോയിട്ടില്ല. അപ്പൊ ഇത് 2 മുറികളാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഹാളിലേക്കാണ്. ഹാളിലേക്ക് ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം ഒരു 2 വീട്ടിലേക്കുള്ള സാധനം ഉണ്ടാവും. ഒതുക്കി 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 അവളെ കയ്യും കാലും പോവാന്നുള്ള സാധനം. ഇതിലിപ്പോ എന്താ മൊത്തം മരുന്നുകളൊക്കെയാണ്? അല്ലല്ല, എന്താ മരുന്ന്, എന്താ പറയുക, ഡിസ്പെൻസറിയാ. നല്ല നന്നെന്ന് പറഞ്ഞ ഉണ്ണിയും പോയി പടക്കേന്ന് പറഞ്ഞ അവസ്ഥയായില്ലേ. കൊള്ളാം, എന്നെ രോഗിയാക്കി കഴിഞ്ഞ് എന്റെ കഞ്ഞിൽ മണ്ണിടാൻ വന്നിരിക്കുകയാണ്. ശരിക്കും എന്തെങ്കിലും അസുഖമുണ്ടോ? എനിക്ക് അങ്ങനത്തെ ഒരു അസുഖവും ഇല്ല. പക്ഷെ 17 വയസ്സ് ഒന്നുമില്ല, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഒന്നുമില്ല. 17 വയസ്സിൽ തുടങ്ങിയ ഒരു മുട്ടുവേദന ഉണ്ട്. അത് ചിലപ്പോ ഉണ്ടാവും, പക്ഷെ അതുകൊണ്ട് എനിക്കൊരു വർക്കിന് ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഞാൻ ആയുർവേദം ആണ്, തൈലും കഷായവും ഒക്കെ എനിക്ക് ചില സമയത്ത് വേണം തോന്നുമ്പോൾ ഞാൻ കഴിക്കും. അലോപ്പതി അങ്ങനെ കഴിക്കാറില്ല. ഒരു വർക്ക് കൊണ്ട് അല്ല, എൻ്റെ ഒരു അസുഖം കൊണ്ട് എനിക്ക് ഒരു വർക്കിന് പോകാതിരിക്കേണ്ട ഗതികേടൊന്നും വന്നിട്ടില്ല. ഇവിടെ കുറെ പടങ്ങളുടെ അവാർഡ്സ് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. കുറെ അതിന്റെ മേളത്തെ കൂട്ടിലിട്ട് വെച്ചിട്ടുണ്ട്. കസ്തൂരിമാന്റെ ഒക്കെ ഇതിന്റെ ഉള്ളിൽ അവിടെ ഒക്കെ ആയിരിക്കാൻ മതി. ഇതിന്റെ ഉള്ളിലൊക്കെ കാണും കുറെ. ബോംബ് കഥയുടെ ഇരിപ്പുണ്ട്. അതില് ഒരു ആ സീൻ ഇപ്പോഴും ആളുകൾ എടുത്ത് കാണാറ്, ഇപ്പോഴും അതിനെ മറ്റേ ഇതൊക്കെ ചെയ്യാറുണ്ട്. അയാളൊരു വെടിവെപ്പുകാരനാണ് പറയുന്നത്. അല്ല, ഇവളും വെടിവെക്കുവോ? ഇവളും വെടിവെക്കുവോന്ന് തോക്കെടുത്ത് വരുമ്പോ ബോംബെയിലൊരു ഡോണ്, അങ്ങനെ ഒരു ഡോണിനെ പോയി ചൊറിഞ്ഞ് അവരുടെ ഒരു വെടി കൊണ്ട് ആയത്തമ്മ. അതല്ല, അത് ശരിക്കും അത് ഇവിടെ ശരിക്കും ആ ആണി ഇവിടെ കയറേണ്ടതാ. ഇവരൊരു ആണി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തോ ആ നേരത്തെ എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞു ഇത് ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ ആ ഇതുമ്മല്, ആ മത്തന്റെ ഇതുമ്മലേ എന്തോ പൊട്ടി തെറിച്ചില്ലേ, അത് മത്തനല്ല, ആ മത്തൻ തന്നെ, കല്ല് മത്തൻ. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഇവിടെ വെക്കേണ്ടെന്ന് പറഞ്ഞു. അത് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, അത് വെക്കേണ്ട, അതെടുത്ത് കളയാൻ പറഞ്ഞു. ആ ആണി വെച്ച സ്ഥലം ഇവിടെ വന്ന് അടിച്ചിട്ട് ഇവിടെ ചുമന്ന് ഞാൻ കുറച്ചു നേരം മിണ്ടാൻ പറ്റാണ്ടായി പോയില്ലേ. ആ വെടി കൊണ്ടിട്ട് ഇവിടെ വന്നാണ്ട് പൊട്ടി അടിച്ചു വയറ്റത്ത് ചുമന്ന് ചെമ്പരത്തി പോലെ പോയി. അപ്പൊ ഞാൻ ചോദിച്ചാൽ ആണി ഇവിടെ വെച്ചിരുന്നെങ്കിലോ എന്ന്, ആസ്പത്രി പോയിരുന്നു പറഞ്ഞു. അതെ, അതിന്നൊക്കെ രക്ഷപ്പെട്ടതാ. ഈ ആമേനില്ലേ അങ്ങനെ എളുപ്പത്തിൽ ഒരാളും പറയാത്ത 1-2 ഡയലോഗുകളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിങ്ങനെ ആലോചിച്ചിരുന്നത് ഞാൻ പറഞ്ഞാൽ ശരിയാവോ, ഞാൻ പറയാൻ പാടുണ്ടോ, ഇത് അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുണ്ടോ? പറ്റില്ല എന്ന് പറയാൻ അതിന് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇഷ്ടത്തോടുകൂടി തന്നെ പറഞ്ഞത്. അതെ, അതെന്താ അറിയോ, നമ്മൾ പറ്റില്ല എന്ന് പറയേണ്ട കാര്യമില്ല. ഒരു റൈറ്റർക്ക് എഴുതാമെന്നുണ്ടെങ്കിൽ, ഒരു ഡയറക്ടർക്ക് അത് പറഞ്ഞു തരാം, ചെയ്യാൻ പറയാമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഒരു ആർട്ടിസ്റ്റിന് അത് പറഞ്ഞുകൂടാ? റൈറ്ററും ഡയറക്ടറും കഴിഞ്ഞിട്ടല്ലേ ഒരു ആർട്ടിസ്റ്റ് ഉള്ളൂ, അല്ലേ? അപ്പോൾ റൈറ്റർ എഴുതി വെച്ചു, ഡയറക്ടർ ഈ സീൻ ചെയ്യാൻ പറഞ്ഞു, ഞാൻ ചെയ്തു. അത് നമ്മൾ KPSC ഇപ്പോൾ മരിച്ചുപോയി. KPSC ശ്രീതാംപൂരി ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ ഇതൊക്കെ പറയണത് മോശമാണ്, അങ്ങനെയാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങളും പറയും, പക്ഷെ എനിക്ക് ഇതുമില്ല എന്ന് പറഞ്ഞു. ഞാൻ ഒറ്റ കാര്യം ഞാൻ പറയാറുള്ളൂ. അതിൻ്റെ ചില പിള്ളേർ പറയും
രണ്ട് കാര്യം നിർബന്ധമാക്കി സിനിമയ്ക്ക് വിളിച്ചാൽ ഇതെനിക്കറിയാം. അറിയാലോ, അത് രണ്ടും നിർബന്ധ. വേറെ എനിക്ക് ഡയലോഗ് പറയണേനോ വേറെ ഒന്നിനും ഒരു പ്രശ്നവും. തുണിയും വേണം മണിയും വേണം. മണിയും വേണം, അത് തന്നെ, തുണിയും വേണം മണിയും വേണം, അതെനിക്ക് നിർബന്ധം. അവര് പറയുന്ന ക്യാരക്ടർ ഞാൻ പറഞ്ഞു ഒരു 50% ആ ഡയറക്ടർക്ക് കൊടുക്കണമെന്നാണ് എൻ്റെ. അത് സാധിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പൊ നമുക്കിവിടെ ഹസ്ബൻഡിന്റെ കുറെ ഫോട്ടോസ് ഒക്കെ കാണാനുണ്ട് ചുമരില്. അത് ഹസ്ബൻഡ് ഞാനും അദ്ദേഹത്തിന് വേണ്ടിട്ട് ഒരുപാട് കഷ്ടപ്പെടേണ്ടൊക്കെ വന്നിട്ടുണ്ട്. അതിനോട് ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടല്ലേ? അദ്ദേഹത്തിന് സുഖല്യായിരുന്നു, ആദ്യത്തെ ആൾക്ക് സുഖല്യായിരുന്നു. ഇതാണ് എൻ്റെ സഹോദരൻ, മരിച്ച സഹോദരൻ എൻ്റെ കൂടെ. അപ്പൊ അവനുള്ളതായിരുന്നു ആ മുറി. ഈ മുറി അമ്മയ്ക്കുള്ളത്. ഇപ്പൊ ആ മുറി എന്റെ സുജിയുടെയാണ്. അവളിപ്പോ അമ്മ മരിച്ചിട്ട് കുറെ 5 മാസത്തോളം TV വെച്ചില്ലായിരുന്നു, അങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ TV ഒക്കെ ഇതായി പോയി. പിന്നെ രണ്ടാമത് പൊക്കെ ഓൺ ചെയ്ത് അവൾ വൈകുന്നേരം മാത്രം ഒരു 3-4 സീരിയൽ വെക്കും. ഞാൻ TV പൊതുവെ അങ്ങനെ കാണുന്ന സ്വഭാവമില്ല എനിക്ക്. കാരണം കാണുമായിരുന്നു ആദ്യം, കണ്ടിട്ട് പിന്നെ നമ്മൾ അതിന് അഡിക്റ്റ് ആയി പോകും. അപ്പൊ നമുക്ക് പോകുമ്പോ കാണാൻ പറ്റില്ല. കാരണം നമ്മളെ റൂമിൽ TV ഉണ്ടാവും, പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ, നമ്മൾ ആ സമയം കഴിഞ്ഞല്ലേ വരാം. പിന്നെ ഞാൻ ആ ശീലം അങ്ങ് കളഞ്ഞു. ഇതിപ്പോ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇരിപ്പുണ്ട്. ഒരു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡൊക്കെ കാണുന്നുണ്ട് ചെന്നൈയിൽ നിന്ന്. തമിഴ്. നമ്മുടെ ഇവിടെ നിന്ന് തന്നിട്ടില്ല. അത് തമിഴ്. ഇത് തമിഴ് കിട്ടിയതാണ് ഈ മാല. അതുപോലെ സൂര്യകാന്തി പൂവ്, അതൊക്കെ തമിഴത്തെയാണ്. കസ്തൂരിമാൻ്റെ അതിൻ്റെ ഉള്ളിലുണ്ട്. അതിൻ്റെ ഉള്ളിലുണ്ട് കസ്തൂരിമാൻ്റെ അതിൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ അധികം മറക്കല്ലേ ഒരിക്കലും. അത് മൊമെന്റോ, പിന്നെ അന്ന് നല്ല അടിപൊളി ഒരു വാച്ച് ഒക്കെ കസ്തൂരിമാൻ്റെ കിട്ടിയതാണ്. അതൊക്കെ ഒതുക്കി അവളാണ് ഇതെല്ലാം റെഡിയാക്കി വെക്കുന്നത്. കഴിയുന്നതൊക്കെ ഒതുക്കി വെക്കും. പിന്നെ ഇതിൻ്റെ അകത്തുണ്ട് കുറച്ച്, എല്ലായിടത്തും ഉണ്ട്. കുറെ ചാക്കിലാക്കി കെട്ടി നമ്മൾ ഇതിന്റെ ഒരു കൂടുണ്ടാവില്ല, അതിന്റെ ഉള്ളിലേക്ക് ഇട്ട് അവാർഡുകൾ ചാക്കിലാക്കി കെട്ടി വെച്ചിരിക്കും. ഇപ്പൊ ഇവിടെ നമുക്ക് ഈ ഷോ കേസിലേക്ക് വന്നു കഴിഞ്ഞാല് ഇവിടെ ഒരു മിഡി ടോപ്പ് ഒക്കെ ഇട്ട് നിൽക്കുന്ന കുളപ്പുള്ളില് ഇതെന്താ ശരിക്കും സംഭവം? അത് സ്റ്റേജ് ഷോ ചെയ്തത്. അതായത് കിങ്ങിണിമോള് ചിഞ്ചുമോള് എന്ന് പറഞ്ഞ ആലപ്പി സുദർശല്ലേ, ആലപ്പി സുദർശനം ഞാനും കൂടി ഒരു ഇത് ചെയ്യാറുണ്ടായിരുന്നു. അതിലത്തെ ചിഞ്ചുമോള് കിങ്ങിണിമോള്. അല്ല, കിങ്ങിണിമോള് അവൻ, ചിഞ്ചുമോള് ഞാൻ പല വേഷത്തിലും ചെയ്തിട്ടുണ്ട്. അതായത് ചിഞ്ചുമോള് എന്ന് പറഞ്ഞാൽ ചെയ്തത് പണ്ട് മുടിയൊക്കെ ഇവിടെ കെട്ടി വെച്ചിട്ട് പിന്നെ ഒരു ഏഷ്യാനെറ്റിലെ ഒരു സീരിയലാണ് ചെയ്തത്. അതിന്റെ പേര് ഞാനിപ്പോ മറന്നുപോയി. ആ സീരിയലിലാണ് ചിഞ്ചുമോള്. അപ്പോൾ ചിഞ്ചുമോള്, അതാണ് എൻ്റെ മുഴുവൻ പേര്. അങ്ങനെ തന്നെ വിളിക്കണം നിർബന്ധമുണ്ട്. ചട്ടയും മുണ്ടുക, മുടി വെടിയെ കെട്ടിയൊക്കെയുള്ളൂ, അതാണ് ചിഞ്ചുമോള്. അപ്പൊ ആ ചിഞ്ചുമോള് പിന്നെ ഈ ഡ്രസ്സിലും ചെയ്ത് അതൊക്കെ അവളാണ് കാണുന്നിടത്തേക്ക് എടുത്ത് വെച്ചത്. ഞാനതൊക്കെ അങ്ങ് മറച്ചു വെക്കും, അവളതെല്ലാം എടുത്ത് ഇതാക്കി വെക്കും. ഒരുപാട് കൃഷ്ണന്മാരൊക്കെ ഒരുപാട് പേരുണ്ട്. മോളിലൊരു ആമേന്റെ ഇരിപ്പുണ്ട്, 105 ദിവസങ്ങളല്ലേ. കസ്തൂരിമാനും അതുപോലെ എത്രയോ ഒരു ദിവസത്തിന്റെ അതിന്റെ ഉള്ളിൽ എവിടെയോ വെച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല. കമലാണോ ലോഹിദാസ് ആണോ ആരാഷ്ട്ര സംവിധായകൻ? എന്തോ കമലാണോ ലോഹിദാസ് ആണോ ആരാഷ്ട്ര സംവിധായകൻ? അങ്ങനെ ഒരിക്കലും പറയില്ല ഞാൻ. ഒരു സംവിധായകനൊക്കെ ഒരു സംവിധായകന്റെ ഉപരി മറ്റൊരു സംവിധായകനാണ് നല്ലത് വലുതെന്ന് ഞാൻ പറയില്ല. എനിക്ക് എല്ലാവരും ഒന്ന്. കമൽ സാറിനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. കമൽ സാർ എൻ്റെ നാടകം കണ്ടിട്ടാണ് എന്നെ അയാൾ കഥയിലേക്ക് വിളിച്ചത്. നാടകം കണ്ടിട്ട് അത് അങ്കമാലി അഞ്ജലിയിൽ മണവാട്ടി കളിക്കുമ്പോൾ, അത് കഴിഞ്ഞ് 3-ാമത്തെ വർഷത്തിൽ 2-ാമത്തെ വർഷം എറണാകുളം ചൈത്രകാര കളിച്ചു, 3-ാമത്തെ വർഷം കൊല്ലം ചൈതന്യയിൽ കളിക്കുമ്പോഴാണ് എന്നെ അയാൾക്ക് അദ്ദേഹങ്ങളിലേക്ക് കമൽ സാറ് വിളിച്ചത്. ലോഹി സാറ് കസ്തൂരിമാൻ എന്നുള്ള ആ ഒരു ക്യാരക്ടർ തരാൻ, ലോഹി സാറിന്റെ സൂത്രധാരനിൽ ഞാൻ കളിച്ചിട്ടുണ്ട്, സലീംകുമാറിന്റെ അമ്മ. സിനിമയിൽ ആദ്യമായിട്ട് ഞാൻ അമ്മയായത് സലീംകുമാറിന്റെ അമ്മയായിട്ട്. അതിന്റെ ശേഷം ഒരുപാട് അമ്മ, മുത്തശ്ശി എല്ലാമായി. സലീംകുമാറിന്റെ അമ്മയായിട്ടാണ് ഫസ്റ്റ് ഞാൻ നല്ല ഐശ്വര്യം ഉണ്ടാക്കി സലീംകുമാർ. അവന്റെ അമ്മയായിട്ടാണ്. അതായത് ലീലാകൃഷ്ണൻ എന്നുള്ളതിൽ അവൻ ആസ്പത്രി കിടക്കുമ്പോൾ മറ്റോ ഹോമിയോ ഡോക്ടറായിട്ട് ഞാൻ സത്യത്തിൽ വിചാരിച്ചത് സലീംകുമാർ തമിഴിനാണെന്നാണ്. അതെ, ദിലീപാണെന്ന് എനിക്ക് പറഞ്ഞു തന്നത് അല്ല എന്നുള്ളത്. തമിഴിനാന്നാ വിചാരിച്ചത്. ഞങ്ങൾ കാണുമ്പോൾ പറയുകയും ചെയ്യും, ഞാൻ പുള്ളിയുടെ അമ്മയായിട്ടാണ് ഞാൻ ആദ്യം തുടങ്ങുന്നത് ചെയ്ത. പിന്നെ ഇപ്പോ മലയാളത്തിലേക്ക് വരികയാണെങ്കിലേ മോഹൻലാലിനെയും ശരി മമ്മൂട്ടിനെയും ശരി രണ്ടുപേരും വരച്ച വരയിൽ നിർത്തിയിട്ടുള്ള കഥാപാത്രം ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇവിടെ കുറെ ഭരണികളൊക്കെ ഇതിപ്പോ അവള് ഒതുക്കി വെച്ചിട്ടായിരുന്നു എന്റെ മുത്തിന്റെ
റൂം. ഓക്കെ ഓക്കെ. അമ്മയുടെ മുറി ഇതായിരുന്നു. അമ്മയുടെ മുറി ഇതായിരുന്നു. ഈ ഭരണിയിലൊക്കെ ഇപ്പൊ എന്താ? ഈ ഭരണി ഞാൻ ഇത് വൈൻ ഉണ്ടാക്കാൻ വേണ്ടി ചന്ദ്രേട്ടുള്ള സമയത്ത് മുന്തിരി അത് വരുമ്പോ മുന്തിരി മാത്രം ഇട്ട് വൈൻ ഉണ്ടാക്കാം. അത് ഇന്നാള് എൻ്റെ ഡ്രൈവർ കൊണ്ടുപോകണം പറഞ്ഞിട്ട് അവന് വൈൻ ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്തു. പിന്നെ ഞാൻ ഇങ്ങോട്ട് മേടിച്ചു വെച്ചതാ. വൈൻ ഉണ്ടാക്കുമോ? 3 ഉണ്ട്. ഞങ്ങൾ ഉണ്ടാക്കാറില്ല. പുള്ളി മരിച്ചതിന് ശേഷം ഉണ്ടാക്കിയിട്ടില്ല. അന്ന് അവൻ ഭരണി വെച്ചപ്പോ കൊടുത്തു. ഇനി 2 കൂടി ഉണ്ട് വേറെ. അതൊക്കെ കിട്ടിയതാണ്. സാംസ്കാരിക അതാ ഇവിടെ പൊതിഞ്ഞു വെച്ചിരിക്കുന്നു. നമുക്കപ്പൊ ഇനി അടുക്കളയും കൂടി കാണാൻ ബാക്കിയുണ്ട്. അടുക്കളയൊക്കെ കണ്ടാൽ നിങ്ങൾ ഓടും. ഇല്ല, ഇങ്ങനത്തെ അടുക്കളയും കാണണമല്ലോ. സാധാരണ ഹോം ടൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവരും ഒക്കെ അടിച്ച് അല്ല സാരില്ല, അത് കുഴപ്പമില്ല. എല്ലാം അവരും അങ്ങനെ നീറ്റായി കാണണ്ട. അതെ അതെ അതെ. അമ്മ എങ്ങനെ കുക്ക് ചെയ്യോ? ഞാനോ? ഞാൻ കുക്ക് ചെയ്യൊക്കെ ചെയ്യും. പക്ഷെ ഇപ്പൊ ഒന്നും ചെയ്യാറില്ല. കാരണം ഇപ്പൊ ചെയ്താല് പഞ്ചസാരന്റെ അടുത്ത് ഉപ്പിടും, ഉപ്പിന്റെ അടുത്ത് പഞ്ചസാരയൊക്കെ ഇടും. കാരണം ഇപ്പോഴത്തെ മൈൻഡ് അതാണ്. എന്നെ ഒന്നും ചെയ്യിക്കാറില്ല അവള്. എന്തെങ്കിലും ഞാൻ ചെയ്യാന്ന് വിചാരിച്ച നീറ്റ് എന്നാ അവള് ചീത്ത പറയും. അപ്പൊ ഞാനൊന്നും ചെയ്യുന്നത് അവൾക്ക് ഇഷ്ടമല്ല. സമയത്ത് ഏറ്റവും നന്നായിട്ട് ചെയ്തിരുന്ന എന്താ? അങ്ങനെ ഒന്നുമില്ല. അപ്പം ചെയ്യും ഞാനെല്ലാം. ഹസ്ബൻഡൊക്കെ ഉള്ള സമയത്ത് ചെയ്യുമായിരുന്നു. ഇനി നോൺ അങ്ങനെ വെക്കാൻ അറിയില്ല. സാമ്പാറൊക്കെ നന്നായിട്ട് വെക്കുക. അതൊക്കെ അമ്മ നന്നായി പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളങ്ങനെ നോൺ വെക്കുന്ന ആൾക്കാരല്ലല്ലോ. അപ്പോൾ അമ്മയ്ക്ക് സാമ്പാർ, എലിശ്ശേരി, മോര് കറിയൊക്കെ നന്നായിട്ട് വെക്കാൻ അറിയാം. അതൊക്കെ മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഞാൻ അസലായിട്ട് വെക്കും. നമുക്ക് നമ്മുടെ ഈ വീട്ടിലത്തെ 2 കാവൽക്കാരുണ്ട്, 2 കൂട്ടുകാർ, അവരെ കാണാനുണ്ട്. അങ്ങോട്ടേക്ക് പോകണം. അയ്യോ, അവരാണ് ഞങ്ങളുടെ എല്ലാം. എന്താ നിന്റെ ചോറിനാണ് സമയമൊക്കെ ആയോ അതോ വൈകിയോ? എന്താടേ ഇത്? ചിഞ്ചു. അതായത് ഞാൻ ചിഞ്ചു എന്നൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നല്ലോ, ആ പേരാണ് ഞാൻ ഇട്ടത്. അപ്പൊ ഇത് തീരെ ചെറുത് ആകുമ്പോ ഇങ്ങനെ പെറ്റിട്ടൊരു 4-5 ദിവസമായിട്ടല്ലോ. അപ്പൊ ഞാൻ എപ്പോഴും പറയും എനിക്കിങ്ങനെ ഒരു നാടനെ വേണമെന്ന്. ഇവള് റോട്ടിലേക്ക് ഇറങ്ങിയപ്പോ എന്നോട് പറഞ്ഞു, ചേച്ചിയല്ല എപ്പോഴും നാടൻ വേണം പറയില്ല. അന്ന് ടോണി ഉണ്ട് ഇവിടെ, നാടൻ വേണം പറയും. ദേ അവിടെ ഒരു പട്ടിക്കുട്ടീന്ന്. ഞാൻ നോക്കിയപ്പോ പുട്ടുന്നതിന് ഒരെണ്ണം. അപ്പോൾ ഇവിടെ ഷീല എന്ന് പറയും. അവളോട് ഞാൻ പറഞ്ഞു, എടി അവിടെ പട്ടിക്കുട്ടി ഉണ്ട് എന്ന് പറഞ്ഞു ഇവളെന്ന് പറഞ്ഞു. അപ്പൊ ഇതിന് അവിടെ ഒരുത്തന് പറഞ്ഞു വെച്ചതായിരുന്നു. അവള് വേഗം അതിനെടുത്ത് കഞ്ഞുകൊണ്ടുവന്ന് ഇതാ അനി പറഞ്ഞു വെച്ചതാണ്, ഇതാ ചേച്ചി എടുത്തോന്നും പറഞ്ഞ് കൊണ്ടുവന്നതാണ്. വിക്രസിൽക്ക് വെച്ച് തികഞ്ഞ വിക്രസാണ് അവക്ക്. എന്തൊക്കെയാ കുറുമ്പുകള്? ഭയങ്കര കുറുമ്പാ. അതായത് ഇവിടെ ടോണി ഉണ്ടായിരുന്നു. ടോണി ഇപ്പൊ നിന്റെ ഏരിയത്ത് വന്നിട്ട് നീ ടോണീനെ കൊഞ്ചിച്ച അന്നൊക്കെയുള്ളതായി ടോണിക്ക് കടിച്ച് ഉരുട്ടി മലത്തിയിടും. പക്ഷെ ഇപ്പൊ അവൻ ചത്തുപോയിട്ട് ആ ഒരു വിഷമം അവക്ക് മാറിയിട്ടില്ല. അവർക്ക് അങ്ങനെയൊന്നുമില്ല, എല്ലാം കഴിച്ചോളും. അതൊക്കെ കൊടുക്കല് അവിടെയാണ്. പക്ഷെ ഇപ്പം ഒരു ദുസ്വഭാവം. ആദ്യത്തിലെല്ലാം കഴിക്കായിരുന്നു. ഇപ്പൊ ഇതൊക്കെ കുറേശ്ശെ ആദ്യം കൊടുത്തപ്പോ അത് സ്ഥിരമായപ്പോ ഇപ്പൊ അത് വേണം. അല്ലെങ്കിൽ ചോറൊക്കെ കൊടുത്തു പോരുമ്പോ അവളെ ഒന്ന് നോക്കും. എന്നിട്ട് അവിടെ ഇട്ട് നീ ഇന്നോന്ന് പറയും. അതാണ് നമ്മുടെ ഡെല്ല. അതിപ്പോ അവൻ വലിയ പ്രതീക്ഷയൊക്കെയാണ്. ഇനിയിപ്പോ അറിയാൻ പറ്റില്ല. ഡേ എന്താണ്? ഒന്ന് വട്ടം തിരിഞ്ഞേ എന്നാ. അപ്പൊ എന്തെങ്കിലും കയ്യിൽ തിന്നാണ്ടെങ്കിൽ രണ്ടാളും ഇങ്ങനെ അവരൊക്കെ ചാടി പിടിക്കുകയൊക്കെ ചെയ്യും.